അമ്മയുടെ ഫോട്ടോ അമ്മ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൺകുട്ടി പോയി പഠിക്കും. കളർ ചെയ്ത് എന്തിനാ വന്ന് ഓഡിയോ കേൾക്കാവോ? ഓഡിയോ വീഡിയോ സ്ലൈഡ് ആണല്ലോ അല്ലേ? ഇടയ്ക്ക് സൂം സ്റ്റക്കായി സംഭവിച്ചത്. കേരള എക്കോണമിയുടെ റിവിഷനൊക്കെ എവിടെ വരെയായി? എങ്ങനെ പോകുന്നു കാര്യങ്ങൾ? ആ, കേരള എക്കോണമി റിവിഷൻ നോക്കുന്നുണ്ടോ എല്ലാവരും? ആ, എങ്ങനെ എങ്ങനെ പോകുന്നു? പിടികിട്ടാത്ത ഏരിയാസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? അത് ആ, കൃത്യമായിട്ട് കുറെ എന്ന് വെച്ചാൽ അത് വീണ്ടും വീണ്ടും കംപ്ലീറ്റ് വായിച്ച് കൃത്യമായിട്ട് അതൊന്ന് നോക്കി നോക്കി പോകണം. വലിയ ടെൻഷൻ അടിച്ച് വായിക്കുകയൊന്നും വേണ്ട.
ശരി. അപ്പൊ ഇന്ന് എപ്പോഴാണ് ഇനിയിപ്പോ നമ്മൾക്ക് 23 ഒരു 3-4 ദിവസം കൂടെ ഉള്ളൂ. ഇന്നും കൂടെ കൂട്ടിയിട്ട് ഇന്ന് ക്വസ്റ്റ്യൻസ് അല്ല, ആക്ച്വലി നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഏകദേശം ഒരു 50% കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു നാളെ ഞാൻ തരാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 100-150 ചോദ്യമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ഞാൻ നാളെ തരാൻ നോക്കട്ടെ. അപ്പൊ അത് നിങ്ങൾ ഒരു ഫൈനൽ ഒരു ഒരു ടച്ചപ്പിന് വേണ്ടി എടുത്താൽ മതി. നിങ്ങൾ എന്താണ് ഒരു എക്സാമിന്റെ ഒരു 1-2 ദിവസം മുന്നേ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് ജസ്റ്റ് ചുമ്മാ ക്വസ്റ്റ്യൻസ് വായിക്കുക. ആൻസർ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നതൊന്നും പ്രശ്നമില്ല. ഞാൻ ഒരു PDF ആക്കിയായിരിക്കും തരുന്നത്. ഒരു 100 മുതൽ 150 ചോദ്യങ്ങൾ വരെ അതിനകത്ത് കാണും. ഓരോ ഏരിയാസും കവർ ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ അതിനകത്ത് കാണും. അപ്പോൾ അത് നിങ്ങൾ PDF വായിക്കുക, ആൻസേഴ്സ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. പിന്നെ അതിനകത്ത് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് ആൻസേഴ്സ് കാണും, എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് വിത്ത് എക്സ്പ്ലനേഷൻ. അപ്പം അങ്ങനെയാണ് അതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക, പിന്നെ അതിൻ്റെ ആൻസർ വായിക്കുക, അതിൻ്റെ എക്സ്പ്ലനേഷൻ വായിക്കുക, അങ്ങനെ അങ്ങ് പോവുക. അപ്പം ഏകദേശം ഒരു പകുതി അടുത്തായി. അപ്പം നിങ്ങളത് ഒരു ഫൈനൽ റിവിഷന് വേണ്ടിയിട്ട് ആ മെറ്റീരിയൽ ഉപയോഗിക്കുക. അപ്പം അതുവരെ ഇന്നും നാളെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഉള്ള നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്ത് പോവുക. പിന്നെ എന്താ പറയുക, പരീക്ഷയുടെ തൊട്ട് തലേ ദിവസം എന്നൊക്കെ പറയുന്നത് നിങ്ങളൊന്ന് കൂളായിട്ടിരിക്കുക. കൂളായിട്ടിരുന്ന കയ്യിലുള്ള സാധനങ്ങളെല്ലാം വീണ്ടും വീണ്ടും ഒന്ന് വായിച്ചു നോക്കുക. ഇനി എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ, ഇനി എന്തെങ്കിലും പഠിക്കാനുണ്ടോ എന്നുള്ളതെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ കൂളായിട്ടിരുന്ന് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് കൂളായിട്ടൊരു പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാതെ ഒരുപാട് സാധനങ്ങൾ തപ്പിപ്പോകുന്നതിന് പകരമേ ഇനിയിപ്പോൾ നമുക്ക് അതിനുള്ള സമയമില്ല. വളരെ കൂളായിട്ട് പഠിച്ചു പോകുന്ന സമയങ്ങളാണ് ഇനി വേണ്ടത്. കാരണം നിങ്ങളിപ്പോൾ എല്ലാവരും ക്ലാസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു, നിങ്ങൾ എല്ലാ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പം നിങ്ങൾ ആ ഒരു ഫ്ലോ നിങ്ങൾക്കുണ്ട്. ഇനിയിപ്പം നിങ്ങളൊന്ന് കൂളായിട്ട് ഒരു ടെൻഷൻ കുറച്ച് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട സമയമാണ്. ഒരുപാട് ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ ഉള്ളതും കൂടെ മറന്നു. അതിലും ഭേദം ഒരു സാവകാശം ഇരുന്ന് പഠിച്ച് ഉറങ്ങി ഒക്കെ പോകുന്നതാണ് നല്ലത്. കാരണം പരീക്ഷയ്ക്ക് നമ്മൾ പഠിച്ചത് മാത്രമല്ലല്ലോ വരുന്നത്. നമുക്ക് എന്താണ് ആ സമയത്തിരുന്ന് നമുക്കൊന്ന് കൂളായിട്ട് ചിന്തിച്ചെടുക്കണ്ടേ കാര്യങ്ങൾ. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ ലാൻഡ് റിഫോംസ് അല്ലെ, ഞാനും എക്സോസ്റ്റഡ് ആയി, നിങ്ങളും എക്സോസ്റ്റഡ് ആയി. കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 2-3 മണിക്കൂർ അടുപ്പിച്ചുണ്ടായിരുന്നു തോന്നുന്നല്ലേ ലാൻഡ് റിഫോംസിന്റെ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താ ഒന്ന് തുടക്കം മുതൽ ഒന്ന് ചുമ്മാ ഒന്ന് ബ്രഷപ്പ് ചെയ്തങ്ങ് പോവാം. ഓക്കെ, ആ ഒരു നിങ്ങളൊന്ന് കേട്ടിരുന്നാൽ മതി. കാരണം നമ്മൾ അവസാനം എടുക്കുന്നതിന് മുന്നേ ആണ് ക്ലാസ് നിർത്തിയത്. അപ്പൊ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. ഓക്കെ, ഒരു ഒരു സ്റ്റോറി പോലെ അങ്ങ് പോവാം. അപ്പൊ നമുക്കറിയാം എന്താണ് ആദ്യത്തെ മന്ത്രിസഭ വരുന്നു. അതായത് ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആവുന്നു. ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആവുന്നതിന് ശേഷം ഇവിടെ ഒരു 1951 5 ഇയർ പ്ലാൻ വരുന്ന കാര്യം നമുക്കറിയാം. 5 ഇയർ പ്ലാൻസിനകത്ത് എന്താണ് അഗ്രികൾച്ചർ എന്നൊരു പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റിന്റെ പ്രപ്പോസൽ ഉണ്ടായിരുന്നു. അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആണ് ഫസ്റ്റ് 5 ഇയർ പ്ലാന്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മോഡൽ ലെജിസ്ലേഷൻ ഒരു 5 ഇയർ പ്ലാൻസിനകത്ത് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. മോഡൽ ലെജിസ്ലേഷനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് പോയി. നമുക്കൊന്ന് നോക്കി പോവാം, പതുക്കെ നോക്കി പോവാം. ഓക്കെ, അപ്പൊ അതിനകത്തെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് പോയായിരുന്നു. അപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോൾ ഒരു മോഡൽ ലെജിസ്ലേഷൻ പാസ്സാക്കിയപ്പോൾ അത് സംസ്ഥാനങ്ങൾ അഡോപ്റ്റ് ചെയ്യണമല്ലോ. അപ്പൊ അതിനുവേണ്ടിയാണല്ലോ മോഡൽ ലെജിസ്ലേഷൻ പാസ്സാക്കിയത്. അപ്പോൾ ഇനി ഉള്ള സംസ്ഥാനങ്ങൾ അഗ്രികൾച്ചർ റിഫോമുകൾ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണം, കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മോഡൽ ലെജിസ്ലേഷൻ ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. അതനുസരിച്ച് മോഡൽ ലെജിസ്ലേഷൻ അഡോപ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളമായിരുന്നു എന്ന് നമ്മൾ കണ്ടു. അങ്ങനെ കേരളമാണ് മോഡൽ ലെജിസ്ലേഷൻ സംബന്ധിച്ച് ആദ്യമായിട്ട് ലാൻഡ് റിഫോംസ് എന്ന ഒരു പ്രപ്പോസൽ വെക്കുന്നത്. അത് 1957 കാർബ് എന്നറിയപ്പെടുന്ന കേരള അഗ്രിയറിയൻ റിലേഷൻസ് ബില്ലാണ്. അപ്പൊ അത് ബില്ല് അവതരിപ്പിച്ചത് ആരായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പൊ എന്താണ് EMSന്റെ മന്ത്രിസഭയിലായിരുന്നു ബില്ലുണ്ടായിരുന്നത്. ചീഫ് ആർക്കിടെക്ട് എന്ന് വിളിച്ചത് ആരായിരുന്നു? ആ ഒരു കാർബിന്റെ ചീഫ് ആർക്കിടെക്ട് എന്ന് വിളിച്ചിരുന്നത് ആരായിരുന്നു? ചീഫ് ആർക്കിടെക്ട് ഓഫ് കാർബ് 1957 എന്ന് വിളിച്ചത് KR ഗൗരിയമ്മേനെയായിരുന്നു. അതുകൊണ്ടാണ് KR ഗൗരിയമ്മേനെ മദർ ഓഫ് ലാൻഡ് റിഫോംസ് ഇൻ കേരള എന്നറിയപ്പെടുന്നത്. ഇതിനൊരു കൺവീനർ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞതാണ്. ആരായിരുന്നു കൺവീനർ? അതായത് കാർബ് 1957 കൺവീനർ ആരായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. അച്ചു എന്ന് നിഷി വിളിക്കുന്ന അച്യുത മേനോനാണ് കാർബ് 1957 ചീഫ് എന്താണ് കൺവീനർ എന്ന് പറയുന്നത്, ആ ഒരു കമ്മിറ്റിയുടെ കൺവീനർ എന്ന് പറയുന്നത്.
മുഖ്യമന്ത്രി ഓഫ് കോഴ്സ് നമുക്കറിയാതെ EMS മന്ത്രിസഭയിലാണിത് കൊണ്ടുവരുന്നത്. അപ്പൊ അത് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഇതിന് മുന്നേ തന്നെ എന്താണ് എവിക്ഷൻസ് പ്രൊസീഡിങ്സ് ഒന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ഓർഡിനൻസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അതിനുശേഷമാണ് അവര് കാർവ് അവതരിപ്പിക്കുന്നത്. പക്ഷെ അത് അവതരിപ്പിച്ചിട്ട് അത് ബലവത്താവുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. ഇപ്പം ആദ്യം ആയിട്ട് എന്താണ് ആദ്യമായിട്ട് കേരളത്തില് ഈ ടെനൻസിന് ലാൻഡ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ട് നിലവിൽ വന്ന ആക്ട് ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബിലേക്ക് പോവാത്തതിന്റെ കാരണം കാർബ് ഇംപ്ലിമെന്റ് ആയില്ല. ഇപ്പൊ നോർമലി ആക്ട് വെച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാർബ് എന്ന ബില്ലിലോട്ട് പോകേണ്ട കാര്യമില്ല. ആക്ട് ഏതായിരുന്നു എന്നായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ കാർബ് ആക്ട് ആയില്ല. കാരണം 1959 ആ ഗവൺമെന്റ് താഴെ പോവുകയെന്ന് നമ്മൾ കണ്ടു. പിന്നീട് വളരെ ഡൈല്യൂട്ടഡ് ആയിട്ട് ഒരു ലോ വരുന്നുണ്ട് 1960. അത് നമ്മൾ വലിയ ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ട കാര്യമില്ല. അതിനകത്ത് ഒരുപാട് ഡൈല്യൂഷൻസും കാര്യങ്ങളും എല്ലാം സംഭവിച്ച് പിന്നെ ഇത് റൈറ്റ് ടു എന്താണ് പ്രോപ്പർട്ടി എന്ന ഫണ്ടമെന്റൽ റൈറ്റിനെ ഹനിക്കുന്നതാണ് എന്നതുകൊണ്ടും എന്താണ് ഹൈക്കോർട്ട് സ്ട്രക്ക് ഡൗൺ ചെയ്തു. 1961 തന്നെ സുപ്രീം കോർട്ടും സ്ട്രക്ക് ഡൗൺ ചെയ്തു. അതിനുശേഷമാണ് ഒരു കോംപ്രമൈസ് എന്ന പോലെ 63 ഒരു ആക്ട് വരുന്നത്, കേരള ലാൻഡ് റിഫോംസ് ആക്ടിനകത്ത്. പക്ഷെ ആക്ടിനകത്തെ പല കാര്യങ്ങളും ഒരു കോംപ്രമൈസ് എന്ന പോലെ രീതിയിലാണ് വന്നത്. പക്ഷെ എന്താണ് സ്റ്റിൽ ഇതൊരു പ്രിൻസിപ്പൽ ആക്ട് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു പ്രിൻസിപ്പൽ ആക്ട് ഏതാന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബേസ് ആക്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1963 അപ്പോൾ ഈ പ്രിൻസിപ്പൽ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിന്നീട് സി അച്യുതമേനോന്റെ സമയത്ത് ഇംപ്ലിമെന്റ് ആയ 1969 കേരള ലാൻഡ് റിഫോംസ് അമെന്റ്മെന്റ് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കേരള ലാൻഡ് റിഫോംസ് അമെന്റ്മെന്റ് ആക്ട് 1969 വരുന്ന സമയത്ത് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയില്ലായിരുന്നു. ജസ്റ്റ് ഞാൻ ഈ സംഭവ വികാസങ്ങളൊന്ന് പറഞ്ഞു പോയതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങൾ ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ സാധിച്ചു എന്ന് തോന്നുന്നു. ഇനിയിപ്പോ നമുക്ക് നോക്കാം. ഇനിയിപ്പോ നമ്മൾ പറഞ്ഞായിരുന്നു ഇൻട്രൊഡക്ഷൻ എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞു എന്താണ് ലാൻഡ് റിഫോംസിന്റെ ഏറ്റവും സക്സസ് ആയ ഒരു സ്റ്റേറ്റ് ആണ് കേരളം. അപ്പൊ നമ്മൾ ഇനി ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കാണുമ്പോഴത്തേക്ക് ലാൻഡ് റിഫോംസ് സക്സസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാൻഡ് റിഫോംസ് കേരളത്തിൽ വളരെ സക്സസ്ഫുൾ ആണ്. അതിന്റെ ഇംപ്ലിമെന്റേഷനും സക്സസ്ഫുൾ ആണ്. ഓക്കെ, പിന്നെന്താണ് ലാൻഡ് ടു ടില്ലർ എന്ന ഒരു സ്ലോഗൻ വെച്ചിട്ടാണ് ഇതൊക്കെ വന്നതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അങ്ങനെ ലാൻഡ് റിഫോംസിന്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെങ്ങനെയാണ് ലാൻഡ് റിഫോംസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ഒരുപാട് ലാൻഡ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് ആ ലാൻഡിന്റെ സർപ്ലസ് ലാൻഡ് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം അത് പാവങ്ങൾക്ക് വീതിച്ചു കൊടുക്കുന്നു, ലാൻഡ് ഇല്ലാത്തവർക്ക് വീതിച്ചു കൊടുക്കുന്നു. അപ്പൊ ഇതാണ് ആ ഒരു ലാൻഡ് റിഫോംസ് എങ്ങനെയാണ് അഗ്രേറിയൻ സ്ട്രക്ചർ ചേഞ്ച് ചെയ്തതെന്ന്. അത് റീഡിസ്ട്രിബ്യൂഷൻ വഴിയാണ് സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുന്നതും. ഇതിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്ത ആരും ഇല്ലല്ലോ അല്ലേ ഇതിനകത്ത്? ഞാൻ ഈ സ്പീഡിൽ ഒന്ന് സമ്മറൈസർ ആയിട്ട് പറഞ്ഞു പോകുമ്പോൾ പ്രശ്നം വരുന്നവരുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? റെക്കോർഡഡ് കാണാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നവരോ ലാൻഡ് റിഫോംസിന്റെ? ശരി, അപ്പോൾ ഇതെങ്ങനെയാണ് അഗ്രേറിയൻ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുന്നത്, ലാൻഡ് റിഫോംസ് എങ്ങനെയാണ് അഗ്രേറിയൻ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുന്നത് ചോദിച്ചാൽ ഇതെന്താണ് റീഡിസ്ട്രിബ്യൂഷൻ വഴി. ശരി, റീഡിസ്ട്രിബ്യൂഷൻ വഴി ഇക്വിറ്റി ഉറപ്പാക്കിയിട്ടാണ് ഇത് അഗ്രേറിയൻ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എന്താണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സിലോട്ട് വന്നു. ഒബ്ജക്റ്റീവ്സിലോട്ട് വരുന്ന സമയത്ത് ലാൻഡ് എന്താണ് ലാൻഡ് ഓണേഴ്സും അതുപോലെ തന്നെ മണി ലെൻഡേഴ്സും ഒക്കെ ആയിട്ടുള്ള ഇന്റർമീഡിയറീസിനെ എല്ലാം മാറ്റിയിട്ട് അവരെല്ലാം അബോളിഷ് ചെയ്തതിന് ശേഷം എന്താണ് ലാൻഡ് ടില്ലറിന് കൊടുക്കുക എന്നതുള്ളതായിരുന്നു ലാൻഡ് റിഫോംസിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് നമ്മൾ പഠിച്ചു. അതിനകത്ത് ലാൻഡ് സീലിംഗ് വരുന്നത് എങ്ങനെയാണെന്നും ലാൻഡ് റീഡിസ്ട്രിബ്യൂഷൻ വരുന്നത് എങ്ങനെയാണെന്നും ഓരോ നിയമം അനുസരിച്ചും ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഞാനിപ്പോ ഈ ക്ലാസ്സിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗം വരുമ്പോഴത്തേക്കും ഞാനത് പറയും. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് പോവാം. അപ്പൊ ഇതിനകത്ത് ലാൻഡ് സീലിംഗും റീഡിസ്ട്രിബ്യൂഷനും ഒരു ഒബ്ജക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ടെനൻസി റിഫോംസ് ഒരു ഒബ്ജക്റ്റീവ് ആണെന്ന് കണ്ടായിരുന്നു. ടെനൻസി റിഫോംസ് വഴിയാണല്ലോ ഈ ടെനൻസിനൊക്കെ സെക്യൂരിറ്റി ഓഫ് ടെനുവറും അവരുടെ റെന്റ് വളരെ എക്സോർബിറ്റന്റ് ആയിട്ടുള്ള റെന്റ് ആയിരുന്നു, അതിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ സാധിച്ചതുമെല്ലാം ടെനൻസി റിഫോംസ് ഇതിന്റെ ഒബ്ജക്റ്റീവ് ആയതുകൊണ്ടാണ്. പിന്നീട് എന്താണ് കൺസോളിഡേഷൻ ഓഫ് ഹോൾഡിങ്സ്, പല ഭാഗത്തായിട്ട് ചിതറിക്കിടക്കുന്ന ഹോൾഡിങ്സിനെ എല്ലാം കൺസോളിഡേറ്റ് ചെയ്തു എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പം ഈ ഒബ്ജക്റ്റീവ്സ് എല്ലാം എന്തിനാണ് അറ്റ് ഇംപ്ലിമെന്റഡ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് ഇൻ കേരള അല്ലെ. പിന്നെ എന്താണ് മോഡൽ ലോസിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. മോഡൽ ലോസിനകത്ത് റെന്റ് റെഗുലേഷൻ വരുന്നുണ്ട്, സെക്യൂരിറ്റി ഓഫ് ടെനുവർ വരുന്നുണ്ട്, ടെനൻസി റൈറ്റിന്റെ ഹെറിറ്റബിലിറ്റി വരുന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി റെന്റ് റെഗുലേഷനകത്ത് എത്രയാണ് ടോട്ടൽ ഗ്രോസ് പ്രൊഡ്യൂസിന്റെ 1/4 മുതൽ 1/6 വരെ 1/6 1/4 ആക്കി അല്ലെ. അപ്പം എത്ര വേണമെങ്കിലും ആകാം, ഇതിനിടെ ഇടയിൽ നിന്നാൽ മതി. പിന്നെന്താണ്
സെക്യൂരിറ്റി ഓഫ് ടെനുവർ കൊടുത്തു ടെനൻസിന്. എന്ന് വെച്ച് ടെനൻസിന് എല്ലാ സമയത്തും എവിക്റ്റ് ചെയ്യാൻ പാടില്ല എന്നല്ല. അവർ റെന്റ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ അവരെ എവിക്റ്റ് ചെയ്യാം. ഇനി പേഴ്സണൽ കൾട്ടിവേഷന് വേണ്ടി ലാൻഡ് ലോർഡിനെ എവിക്റ്റ് ചെയ്യാം. ഈ ഒരു 2 പോയിന്റ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. കാരണം റെന്റ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ ടെനൻസിനെ എവിക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് മോഡൽ ലെജിസ്ലേഷനിൽ തന്നെ ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ലാൻഡ് ലോർഡിന് പേഴ്സണൽ കൾട്ടിവേഷന് വേണ്ടിയിട്ട് ലാൻഡ് റിസ്യൂം ചെയ്യാമെന്ന ഒരു ക്ലോസ് ഇതിനകത്തുണ്ട്. ഇതാണ് പിന്നീട് നമ്മൾ മുന്നോട്ട് പോയപ്പോഴത്തേക്കും കണ്ടതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. പേഴ്സണൽ കൾട്ടിവേഷന് വേണ്ടി എങ്ങനെ ലാൻഡ് ലോർഡിന് എന്ത് ചെയ്യാം, ഈ സ്ഥലം പിടിച്ചെടുക്കാമെന്നും എവിക്റ്റ് ചെയ്യാമെന്നും എവിക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും തിരിച്ചു കൊടുക്കേണ്ട കോമ്പൻസേഷനും അതുപോലെ തന്നെ മറ്റ് സ്ഥലം ആണ് കോമ്പൻസേറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അതും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നോക്കാം. ഇനി എന്താണ് ടെനൻസിയുടെ ഹെറിറ്റബിലിറ്റി, അതായത് ഹെറിറ്റബിൾ ആയിട്ടുള്ള റൈറ്റ്സ് കൊടുക്കുന്ന കാര്യം. അപ്പൊ ഇനി ഈ ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ടെനൻസിന് ഏത് നിയമം വഴിയാണ് ഹെറിറ്റബിൾ റൈറ്റ് കിട്ടിയത് എന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. അതുപോലെ തന്നെ ടെനൻസിന് ഏത് നിയമം വഴിയാണ് ഏലിയനബിൾ റൈറ്റ് കിട്ടിയെന്ന് ശ്രദ്ധിക്കുക. ഏലിയനബിൾ റൈറ്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഓക്കെ. അപ്പം ഇതൊന്ന് ശ്രദ്ധിക്കുക. ഈ ക്ലാസ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത് രണ്ടും ശ്രദ്ധിക്കുക. ടെനൻസിന് എവിടെ മുതലാണ് ഹെറിറ്റബിൾ റൈറ്റ് കിട്ടിയതെന്നും ടെനൻസിന് എവിടെ മുതലാണ് ഏലിയനബിൾ റൈറ്റ് കിട്ടിയതെന്നും. ഓക്കെ. പിന്നീട് അവിടെ എപ്പോഴാണ് ഫുൾ ഓണേഴ്സ് ആയിട്ട് മാറിയതെന്നും. ഓക്കെ. ഇനി പേഴ്സണൽ കൾട്ടിവേഷന് വേണ്ടിയിട്ട് ലാൻഡ് ലോർഡ്സിന് റിസ്യൂം ചെയ്യാമെന്ന് മോഡൽ ലോ പറയുന്നുണ്ടായിരുന്നു. ഇനി എന്താണ് ഓണർഷിപ്പ് റൈറ്റ് എന്ന് വെച്ചാൽ ആവുന്ന സാഹചര്യത്തിൽ എന്താണ് ടെനൻസിന് റൈറ്റ് ടു പർച്ചേസ് എന്ന ഒരു അവകാശം കൊടുക്കുക. അപ്പൊ ഇത് ഏത് ലോയിലാണ് ടെനൻസിന് ഭൂമി വാങ്ങിക്കാനുള്ള അവകാശം കിട്ടിയതെന്നും ഒരു ചോദ്യമായിട്ട് വരാം. ഓക്കെ. ഇനി ലാൻഡ് സീലിംഗിലേക്ക് വരുമ്പോഴത്തേക്ക് ഒന്നാമത്തെ ചോദ്യം എന്താണ് ലാൻഡ് സീലിംഗ് എന്നാണ്. ലാൻഡ് സീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലോ ഒരു ഫാമിലിയോ, ഫാമിലി എന്ന കൺസെപ്റ്റ് ഏത് വർഷമാണ് വന്നത്? 1900. ഓക്കെ. അപ്പോൾ ഒരു ഇൻഡിവിജ്വലോ ഒരു ഫാമിലിക്കോ മാക്സിമം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ലാൻഡിനെയാണ് ലാൻഡ് സീലിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതിന് പുറത്തുള്ള ലാൻഡ് എല്ലാം എന്താണ് സർപ്ലസ് ലാൻഡ് ആക്കി കണക്കാക്കുന്നു. ഇത് സ്റ്റേറ്റ് പിടിച്ചെടുക്കുന്നു, പിന്നീട് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതാണ് ലാൻഡ് സീലിംഗ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ലാൻഡ് സീലിംഗ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ. അത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ലാൻഡ് സീലിംഗ്സിനകത്ത് എഫിഷ്യന്റ് യൂസ് ഓഫ് ലാൻഡ് ഉണ്ട്. കാരണം ലാൻഡ് സീലിംഗ് വഴി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് മറ്റുള്ളവരുടെയിലേക്ക് സർപ്ലസ് ലാൻഡ് എത്തുമ്പോഴാണ് അവർക്ക് അതിനെ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ എഫിഷ്യന്റ് യൂസ് ഓഫ് ലാൻഡ് ഈസ് വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ലാൻഡ് സീലിംഗ്. ഓക്കെ. പിന്നെ നമുക്ക് അറിയാവുന്നതാണ് ലാൻഡ് സീലിംഗ് വഴി എന്താണ് കോൺസെൻട്രേഷൻ, എല്ലാ ലാൻഡും കുറച്ച് പേരുടെ കയ്യിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സർപ്ലസ് ലാൻഡ് ഉണ്ടെങ്കിൽ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് സോഷ്യൽ ജസ്റ്റിസ് എൻഷുർ ചെയ്യാൻ പറ്റും. ഓക്കെ. ടൈപ്പ് ഓഫ് ലാൻഡ് സീലിംഗ് നമ്മൾ പറഞ്ഞതാണ്. ഉത്തരം പറഞ്ഞില്ലല്ലോ. ഏത് വർഷം മുതലായിരുന്നു ഫാമിലിയിലേക്ക് ആ ഒരു ലാൻഡ് സീലിംഗ് പോയത്? സെൻട്രൽ ഗവൺമെന്റിന്റെ ഏത് ഗൈഡ് ലൈൻസ്, ഏത് വർഷത്തെ ഗൈഡ് ലൈൻസ് പ്രകാരമാണ് ഫാമിലി എന്ന ഒരു സംഭവത്തിലേക്ക് ഈ സീലിംഗിന്റെ ലിമിറ്റ് പോയത്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 1972 എന്ന് നമ്മൾ പറഞ്ഞതാണ് അല്ലേ? കാരണം ഇൻഡിവിജ്വൽ സീലിംഗിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് അതിന്റെ എന്താണ് ബിനാമി ട്രാൻസ്ഫർ പോലെയുള്ള കുറെ പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഫാമിലി ഹോൾഡിങ്സിലേക്ക് പിന്നീട് പോയി. 1972 ഫാമിലി ഹോൾഡിങ്സിന് ഇങ്ങനെ സീലിംഗ് വെക്കാമെന്നൊരു നിർദ്ദേശം വന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഫസ്റ്റ് ഫേസിന് 1972 മുന്നേയും പിന്നെ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് 1972 ശേഷവുമായിട്ട് മാറിയത്. ഓക്കെ. അപ്പം 72 ശേഷം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ വന്നായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു 1972 മുന്നേ ഉള്ള ആദ്യത്തെ ഫേസിനകത്ത് ഒന്നാമത്തെ പ്രശ്നം ഇൻഡിവിജ്വൽ സീലിംഗ്സ് ആയിരുന്നു. ഇൻഡിവിജ്വൽ സീലിംഗ് വെക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരാൾ ഇപ്പം എന്താണ് മറ്റൊരാൾക്ക് ചുമ്മാ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക, ബിനാമി ഓണറിനെ വെക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഒന്നാമത്തെ പ്രശ്നമായിട്ടുള്ള ഇൻഡിവിജ്വൽ സീലിംഗിൽ നിന്ന് ഫാമിലി സീലിംഗ് ആക്കി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നിഷിയുടെ കയ്യിൽ 100 ഏക്കർ സ്ഥലമുണ്ട്, അതിലൊരു 50 ഏക്കർ സറണ്ടർ ചെയ്യാൻ പറയുന്ന സമയത്ത് നിഷി ഏറ്റവും മോശപ്പെട്ട ലാൻഡ് സറണ്ടർ ചെയ്യും. അതുകൊണ്ടാണ് പിന്നീടുള്ള 72 ഗൈഡ് ലൈൻസ് വന്നപ്പോഴത്തേക്കും ലാൻഡിനെ തന്നെ ക്ലാസിഫൈ ചെയ്തത്. അങ്ങനെയാണ് ഇറിഗേറ്റഡ് ലാൻഡ് വിത്ത് 2 ക്രോപ്പ് എന്നും ഇറിഗേറ്റഡ് ലാൻഡ് വിത്ത് 1 ക്രോപ്പ് എന്നും ഡ്രൈ ലാൻഡ് എന്നും, അതായത് ലാൻഡിന്റെ ഫെർട്ടിലിറ്റിയും ഫലഭൂഷ്ഠതയും അനുസരിച്ച് സീലിംഗ് വെച്ചത്. കാരണം എന്താ? മൊത്തത്തിലുള്ള ഒരു ഓവറോൾ സീലിംഗ് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പന്ന ലാൻഡ് കൊടുക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ 2 പ്രധാനപ്പെട്ട മാറ്റങ്ങൾ 1950s സമയത്തെ 1951 ഗൈഡ് ലൈൻസിലും 1972 ഗൈഡ് ലൈൻസിലും തമ്മിലുള്ള മാറ്റം ഉണ്ടായി. ഓക്കെ. കേരളത്തിന്റെ എക്സാമ്പിൾ പറയുമ്പോഴത്തേക്ക് എന്താണ് 1963 ആക്ടിനകത്തൊക്കെ എന്താണ് 15 acres ഓഫ് പെർ ഫാമിലി ആയിരുന്നു. പിന്നീട് അത് 10 to 20 acres ഒക്കെ ആയി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നോക്കാം. ഇനി ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം, ജന്മി സിസ്റ്റം ആയിരുന്നു. അതിനകത്ത് നിങ്ങൾ ഈ ലാൻഡ് ടേംസ് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, വാരംദാറ്, ഓടച്ചാട്ടുദാറ്, വെറുംപാട്ടംദാറ്. അപ്പൊ അവരൊക്കെ
എന്താണ് അതിന്റെ ആ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു കൺസെപ്റ്റ് എങ്കിലും നോക്കി വെക്കണം, ഇവരൊക്കെ ആരായിരുന്നു എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വരുന്നുണ്ട് 1957-59 സമയത്ത്. അവർ ആദ്യമായിട്ട് സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ഓർഡിനൻസ് കൊണ്ടുവന്നു. ഈ സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിംഗ് ഓർഡിനൻസിന്റെ വർഷവും അതെന്തിനാണ് കൊണ്ടുവന്നതെന്നും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. 1957 സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് കൊണ്ടുവരുന്നത്. അതാരാണ്? ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് EMS നമ്പൂതിരിപ്പാടാണ് കൊണ്ടുവന്നത്. എന്തിനാണ് കൊണ്ടുവന്നത്? ലാൻഡ് ലോഡിസം എന്ന് വെച്ചാൽ ആ ഒരു ഓൺഗോയിങ് ആയിട്ടുള്ള എല്ലാ എവിക്ഷൻസും പുതിയ ഒരു നിയമം വരുന്നത് വരെ, അതായത് പെർമനന്റ് ആയിട്ടുള്ള ഒരു ലെജിസ്ലേഷൻ സംഭവിക്കുന്നത് വരെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ടു സ്റ്റോപ്പ് എവിക്ഷൻ, ഓക്കെ, അൺലെസ് ആൻഡ് അണ്ടിൽ എ പെർമനന്റ് ലോ വാസ് ബീങ് പാസ്ഡ്. അങ്ങനെ സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ഓർഡിനൻസ് 1957 സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് 1957 ഇവിടെ വന്നു. അപ്പൊ അതിനുശേഷമാണ് ഒരു 1960 എന്താണ് നമ്മുടെ പട്ടം താണുപിള്ളയുടെ സമയത്ത് 1960 ഒരു ഡൈല്യൂട്ടഡ് ലെജിസ്ലേഷൻ ഇവിടെ വന്നു എന്നൊക്കെ നമ്മൾ കണ്ടു. പിന്നീടാണ് ഒരു പ്രിൻസിപ്പൽ ലോ എന്ന് വിളിക്കാവുന്ന കേരള ലാൻഡ് റിഫോംസ് ആക്ട് 1963 ഇവിടെ വരുന്നതും. ആ 1963 എന്ത് ചെയ്യുന്നത്? സെക്യൂരിറ്റി ഓഫ് ടെനൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണ്, ഈ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഭൂരിഭാഗം 90% കാര്യങ്ങളും ഇംപ്ലിമെന്റ് ആക്കാൻ ഈ ഗവൺമെന്റിന് പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ കാര്യങ്ങളും പോസ്റ്റ്പോൺ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്ന് വരെ? അടുത്ത EMS മന്ത്രിസഭ കയറുന്ന സമയം വരെ. അടുത്ത EMS ആണ് ആ സമയത്ത് ഉണ്ടായിരുന്ന ആദ്യം വന്നത്. അപ്പൊ EMS വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട് വരുന്നുണ്ട്. അതിനുശേഷം ബില്ല് കൊണ്ടുവരുന്നുണ്ട്, ലാൻഡ് റിഫോംസ് അമെന്റ്മെന്റ് ബില്ല്. ആ ബില്ല് പിന്നീട് ആക്ട് ആയതാണ് C അച്യുതമേനോന്റെ സമയത്ത്. അപ്പൊ ആ സമയം വരെ വീണ്ടും കാത്തിരിക്കേണ്ടി വന്നു ഇത് ഇംപ്ലിമെന്റ് ആവാൻ വേണ്ടിയിട്ട്. അതായത് 1963 ഈ ഒരു പ്രിൻസിപ്പൽ ലെജിസ്ലേഷൻ ഇംപ്ലിമെന്റ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുകൊണ്ടാണ് റിയൽ ചേഞ്ച് ഡിഡ് നോട്ട് ഹാപ്പൻ ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞത്. ഓക്കെ, കാരണം കോൺഗ്രസിന്റെ എന്താണ് ഒരു കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു 1963 ഓക്കെ, 1960 വന്നപ്പോഴത്തേക്കും ഫുള്ളി ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു നിയമമായിരുന്നു. അങ്ങനെ 1967 പിന്നീട് നമ്മൾ കണ്ടു EMS വരുന്ന സമയത്ത് വീണ്ടും അദ്ദേഹം ഒരു സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഇത് പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത് എന്തിനാണ്? അർബൻ ഏരിയാസിലാണ് പ്രധാനമായിട്ടും നടക്കുന്ന എവിക്ഷൻസും കൂടി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട്. കേരള ബിൽഡിംഗ്സ് ആക്ട് 1965 വന്നപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അർബൻ ഏരിയാസിൽ പ്രധാനമായിട്ട് നടക്കുന്ന എവിക്ഷൻസ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എവിക്ഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കയറിയപ്പോൾ ആദ്യം തന്നെ വീണ്ടും ഒരു ടൈം ട്രാവൽ ചെയ്ത് പുറകിലോട്ട് പോകുന്ന പോലെ വീണ്ടും അദ്ദേഹത്തിന് ഒന്നേന്ന് മുതൽ തുടങ്ങേണ്ടി വന്നു. അങ്ങനെ കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട് വന്നു. പിന്നീട് 1969 ആ ഒരു അമെന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ബില്ല് അവതരിപ്പിച്ചു. പക്ഷെ ബില്ല് ആക്ട് ആയത് C അച്യുതമേനോന്റെ സമയത്ത്. ഓക്കെ, അപ്പോൾ EMS വന്നു. 1967 മുതൽ 69 വരെ വീണ്ടും EMS ആയിരുന്നു. അപ്പൊ EMSന്റെ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം വീണ്ടും ഒരു ബില്ല്, ഒരു ഓർഡിനൻസ് അവതരിപ്പിക്കുന്നുണ്ട് ലാൻഡ് റിഫോംസിന്റെ. അത് പിന്നീട് C അച്യുതമേനോന്റെ സമയത്ത് വന്നപ്പോഴത്തേക്ക് 1969 ആക്ട് ആക്കി മാറി. ഈ ആക്ട് വന്നതോടുകൂടി എന്നാണ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്? എന്ന് വെച്ചാൽ ലാൻഡ് റിഫോംസ് ഫുൾ ഫോഴ്സിൽ കേരളത്തിൽ ആയ ഒരു പർട്ടിക്കുലർ ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഡേറ്റ് എഴുതും? 1970 ജാനുവരി 1 തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കേരളത്തിലെ ലാൻഡ് റിഫോംസ് ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് ഇംപ്ലിമെന്റ് ആയി എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കാം. ഫുൾ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് ജാനുവരി 1970 തന്നെ നമ്മൾ ഇംപ്ലിമെന്റ് ആവുന്നുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് ടെനൻസ് ഓണേഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഇതിൽ കുറച്ച് പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ 1969 ആക്ട് വെച്ച് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് എന്റെ ടൈം ലൈൻ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ടൈം ലൈൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾക്ക് എന്താണ് ഒക്കുപ്പൻസി ടെനൻസ് എന്നും എന്താണ് നോൺ ഒക്കുപ്പൻസി ടെനൻസ് എന്നും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഒക്കുപ്പൻസി ടെനൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് എന്താണ് ഒരു റെന്റ് അടയ്ക്കുന്നിടത്തോളം കാലം ഒരു സെക്യൂരിറ്റി ഓഫ് ടെനവർ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം അവർക്കൊരു ഹെറിറ്റബിൾ ആയിട്ടുള്ള റൈറ്റ് ഉണ്ട്. അത് പിന്നെ പാസ് ഡൗൺ ചെയ്യാം. പക്ഷേ നോൺ ഒക്കുപ്പൻസി ടെനൻസ് എന്ന് പെർമനന്റ് ടെനൻസ് എന്ന് വിളിക്കും. അപ്പൊ നോൺ ഒക്കുപ്പൻസി ടെനൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അവർക്ക് ഈ പെർമനന്റ് ടെനൻസിന്റെ അത്രയുള്ള റൈറ്റ് ഇല്ല. ദേ ഹാഡ് നോ പെർമനന്റ് റൈറ്റ്. പിന്നെന്താണ്? അവർക്ക് റെന്റ് അടയ്ക്കാം, പക്ഷേ സ്റ്റിൽ ദേ ആർ ഇൻസെക്യൂർ. അതുകൊണ്ടാണ് അവരെ ടെനൻസ് അറ്റ് വില്ല് എന്ന് പറയുന്നത്. അറ്റ് വില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് ലോഡിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവരെ പുറത്തിറക്കി വിടാം. അപ്പൊ ടെനൻസ് അറ്റ് വില്ല് എന്ന് വിളിക്കാനുള്ള കാരണം അതാണ്. ഇനി സബ് ടെനൻസ് എന്ന് പറഞ്ഞാലോ?
വളരെ എക്സ്പ്ലോയിറ്റേഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ടെനൻസ് ഓഫ് ടെനൻസിനെയാണ് സബ് ടെനൻസ് എന്ന് വിളിക്കുന്നത്. അവരെ എപ്പോൾ വേണേലും ഇറക്കി വിടാം. ഏറ്റവും കുറവ് റൈറ്റ് ഉള്ളത് ആർക്കാണ്? സബ് ടെനൻസിനാണ്, അല്ലെങ്കിൽ ടെനൻസ് ഓഫ് ടെനൻസിനാണ്. ഓക്കെ, ലീസ്റ്റ് റൈറ്റ്. ഇനി നമുക്കറിയാം ഈ ഒരു ടേം എന്താണ്. കാണംദാർ എന്ന് പറയുമ്പോഴത്തേക്ക്, കാണം എന്ന് വെച്ചാൽ ഒരു ഡെപ്പോസിറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഡെപ്പോസിറ്റ് പേ ചെയ്തുകൊണ്ട് കാണം ലാൻഡ് ലോഡിന് കൊടുക്കുന്നു, അവർ എമൗണ്ട് ലാൻഡ് ലോഡിന് കൊടുക്കുന്നു. അപ്പോൾ ലാൻഡ് ലോഡിന് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ആ ലാൻഡ് ഉപയോഗിച്ചോളാൻ പറയുന്നു. അങ്ങനെ ആ ലാൻഡ് ഉപയോഗിക്കുന്നു, ഹെറിറ്റബിൾ ആയിട്ട് ആ ലാൻഡ് ഉപയോഗിക്കാം. അതിനെയാണ് കാണംദാർ എന്ന് പറയുന്നത്. ഇയർലി റൈറ്റ് കൊടുക്കുന്നത് വെറും പാട്ടംദാർ. ഓക്കെ, ഇപ്പം കാണംദാർ എന്ന് പറയുന്നത് ഒരു ലംസം എമൗണ്ട് കൊടുക്കുന്നു. വെറും പാട്ടംദാർ ആണെങ്കിലോ ഓർഡിനറി റേസ് ആണ്, ഇയർലി പുതുക്കണം. ഓക്കെ, അപ്പോൾ അപ്പം പുതുക്കുന്നവർക്കായിരിക്കുമല്ലോ കുറവ് റൈറ്റ് ഉള്ളത്. കാരണം ലംസം എമൗണ്ട് പേ ചെയ്യുന്നവരാണ് ഈ കാണംദാർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ കാണം വിറ്റും ഓണം ഉണ്ണണം എന്നൊക്കെ പറയുന്നത്. ആ ഒരു കാണം എന്ന് പറയുന്നത് അത്രയും ലംസം എമൗണ്ട് ഒറ്റയടിക്ക് കൊടുക്കുവാണ്, പ്ലസ് ഇയർലി റെന്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണംദാറിന് ഇത്തിരി കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടും, ഹെറിറ്റബിൾ ആയിട്ടുള്ള റൈറ്റും കിട്ടും. വെറും പാട്ടംദാറിലേക്ക് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇയർലി ലീസ് പുതുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, ഇനി ഓടച്ചാത്തുർദാർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഓടച്ചാർത്ത് എന്നൊരു എഗ്രിമെന്റ് ആണ്. കൂടുതലും ടിമ്പർ ആയിട്ട് ബന്ധപ്പെട്ട യൂസ് ആണ് ഈ ഓടച്ചാർത്തുർദാർസ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ബാമ്പു പോലെയുള്ള ടിമ്പർ എന്ന് പറയുന്നത്. അതിനാണ് ഈ ഓടച്ചാർത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അതും എന്താണ്? ഒരു ലോൺ പോലെയുള്ള ഒരു എമൗണ്ട് ലാൻഡ് ലോഡിന് കൊടുക്കുന്നു. തിരിച്ചെന്ത് ചെയ്യുന്നുണ്ട്? ഈ ടിമ്പർ അവിടെ കൾട്ടിവേറ്റ് ചെയ്യാനും യൂസ് ചെയ്യാനുള്ള ഒക്കെ റൈറ്റ് ഒക്കെ ഓടച്ചാർത്തുകാർക്ക് കൊടുക്കുന്നുണ്ട്. കുടികിടപ്പുകാർ എന്ന് പറയുന്നത് കേരള ലാൻഡ് റിഫോംസ് ആക്ടിനകത്തെ പ്രധാനപ്പെട്ട ഒരു ടേമാണ്. കുടികിടപ്പുകാർ എന്ന് പറയുന്നത് ഭൂമി ഒന്നുമില്ലാതെ നമ്മളുടെ, അതായത് ലാൻഡ് ഓണേഴ്സിന്റെ ഭൂമിയിൽ വന്ന് താമസിച്ച് കുടില് കെട്ടി താമസിക്കുന്നവരെയാണ് കുടികിടപ്പുകാർ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഹട്ട് ഡ്വല്ലേഴ്സ് എന്ന് വിളിക്കുന്നത്. തുടക്കത്തിൽ ഈ കുടികിടപ്പുകാർ ഹൈലി ഇൻസെക്യൂർ ആയിരുന്നു, കാരണം മറ്റൊരാളുടെ ഭൂമിയിലാണല്ലോ ഒരു കുടിൽ വെച്ച് താമസിക്കുന്നത്. പിന്നീട് കുടികിടപ്പുകാർക്ക് കേരള ലാൻഡ് റിഫോംസ് ആക്ട് വഴി പല പല റൈറ്റുകൾ പിന്നീട് കുടികിടപ്പുകാർക്ക് കിട്ടുന്നുണ്ട്. അതായത് കുടികിടപ്പുകാർക്ക് കിട്ടുന്നത് ഹെറിറ്റബിൾ ആയിട്ടുള്ള റൈറ്റ് കിട്ടുന്നുണ്ട്. ഏലിയനബിൾ ആയിട്ടുള്ള റൈറ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ ഓർത്ത് വെക്കുക. മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്കത് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ടെനൻസിന്റെയും കുടികിടപ്പുകാരുടെയും റിലേഷൻഷിപ്പ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ടെനൻസിന് ഹെറിറ്റബിൾ ആയിട്ടുള്ള റൈറ്റ് കിട്ടുന്നുണ്ടോ? ടെനൻസിന് ഏലിയനബിൾ ആയിട്ടുള്ള റൈറ്റ് കിട്ടുന്നുണ്ടോ? കുടികിടപ്പുകാർക്ക് ഹെറിറ്റബിൾ ആയിട്ടുള്ള റൈറ്റ് കിട്ടുന്നുണ്ടോ? കുടികിടപ്പുകാർക്ക് ഏലിയനബിൾ ആയിട്ടുള്ള റൈറ്റ് കിട്ടുന്നുണ്ടോ? ഇതിൽ ആരാണ് ഓണേഴ്സ് ആയിട്ട് മാറിയിട്ടുള്ളത്? അതോ രണ്ടുപേരും ഓണേഴ്സ് ആയിട്ട് മാറുന്നുണ്ടോ? ഓക്കെ, 1969 ഈ ടെനൻസിന് എന്താണ് സംഭവിച്ചത്? 69 ഏറ്റവും അവസാനം ടെനൻസിന് എന്താണ് സംഭവിച്ചത്? ഏറ്റവും അവസാനം ലാൻഡ് ലോഡ്സിന് എന്താണ് സംഭവിച്ചത്? ഓക്കെ, അതൊക്കെയാണ് ഇതിന്റെ ക്രക്സ് എന്ന് പറയുന്നത്. പിന്നീട് ഓരോ ആക്ടിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. 1 അല്ലെങ്കിൽ 2 മാർക്കാണ് മൊത്തത്തിൽ വരാനുള്ള സാധ്യത. ഓക്കെ, ഇനി കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ഓർഡിനൻസ് എന്താണെന്നൊന്ന് മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി. നമുക്കറിയാം എവിക്ഷൻസ് സസ്പെൻഡ് ചെയ്തു എന്നും ടെനൻസിനെല്ലാം പ്രൊട്ടക്ഷൻ കിട്ടിയെന്നും ഇതൊരു ടെമ്പററി മെഷർ ആയിരുന്നു എന്നും നമുക്കറിയാം. ഇപ്പൊ ഞാൻ ഈ സ്പീഡിൽ പറഞ്ഞു പോകുന്നതേ ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ? അതായത് ഇടയ്ക്കിടയ്ക്ക് കത്തുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്ന ആരെങ്കിലും ഉണ്ടോ? കാരണം റെക്കോർഡിങ് കേൾക്കാത്തവരോ കഴിഞ്ഞ ക്ലാസ്സിൽ ഇരിക്കാത്തവരോ മിസ്സിംഗ് ആയിട്ട് തോന്നുന്നവരാരെങ്കിലും ഉണ്ടോ? അതോ ഓക്കെ ആണോ? അപ്പൊ എന്താണ്? എവിക്ഷൻസ് സസ്പെൻഡ് ചെയ്യുന്നുണ്ട്. ടെനൻസിന്റെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് വരുന്ന അന്ന് മുതൽ ഒരു ലാൻഡ് ലോഡിനും ഫോഴ്സ്ഫുള്ളി ഒരു ടെനന്റിനെയും എവിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന ഒരു നിയമം ഇവിടെ വരുന്നു. ടെമ്പററി മെഷർ ആണ്. അടുത്ത ലോ വരുന്നത് വരെയാണ് സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ഇവിടെ ഉള്ളത്. അതിന്റെ മേജർ പ്രൊവിഷൻസ് ഓക്കെ, റീഡ് ചെയ്തിട്ടും മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട് എന്ന് പറയുന്നത് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കുടികിടപ്പുകാർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. കാരണം ഹട്ട്മെന്റ് ഡ്വല്ലേഴ്സ് എന്ന് പറയുന്നത് വെറുതെ കുടില് കെട്ടി താമസിക്കുന്നവരാണ്. അപ്പൊ അവർക്ക് കൃത്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ എവിക്ഷനിൽ നിന്ന് ഈ കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ഓർഡിനൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ശമ്പളപ്പാട്ടം, കൂലിപ്പാട്ടം എന്ന് വെച്ചാൽ എന്താണ്? ചെയ്യുന്ന ജോലിക്ക് കൂലി കിട്ടുന്നുണ്ട്, പ്രതിഫലം കിട്ടുന്നുണ്ട്. ഒന്നെങ്കിൽ ക്യാഷ് ആയിട്ട്, അല്ലെങ്കിൽ അവര് പണിയെടുത്ത് തിരിച്ച്
കൊടുക്കുന്ന രീതിയിൽ. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? വാരംദാർ എന്ന് പറയുമ്പോഴത്തേക്ക് വാരമാണ്, ഷെയർ ക്രോപ്പർ ആണ്, മൊത്തത്തിന്റെ ഗ്രോസ് പ്രൊഡ്യൂസിന്റെ ഒരു വാരം കൊടുക്കുക. അങ്ങനെയാണ് വാരംദാർ എന്നുള്ള പേര് കിട്ടിയത്. അപ്പൊ ഇവരുടെ എല്ലാ റൈറ്റുകൾ ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇനി കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ഓർഡിനൻസ് ആരെയൊക്കെയാണ് ബാധിക്കാഞ്ഞതെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. കാരണം എവിടൊക്കെയാണ് വീണ്ടും സ്റ്റേ നടന്നത്, കാരണം ഇതിനകത്ത് മെയിൻലി അഗ്രികൾച്ചർ ലാൻഡും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. ഇത്രയും സാധനത്തെ ഇത് ബാധിച്ചിട്ടില്ല. ഗവൺമെന്റ് ലാൻഡിനെ ബാധിച്ചിട്ടില്ല, ഇൻഡസ്ട്രിയൽ ലാൻഡിനെ ബാധിച്ചിട്ടില്ല, പ്ലാന്റേഷൻസിനെ ബാധിച്ചിട്ടില്ല, റെന്റൽ ബിൽഡിങ്ങിനെ ബാധിച്ചിട്ടില്ല. അത് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ഓർഡിനൻസ് എവിടൊക്കെയാണ് ബാധിക്കാഞ്ഞത്. കാരണം കാരണം ഇവിടൊക്കെ പിന്നീടും എവിക്ഷൻസ് നടന്നു. പ്ലാന്റേഷൻസിൽ എവിക്ഷൻസ് നടന്നു, ഗവൺമെന്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ അവിടെ എവിക്ഷൻസ് നടന്നു, റെന്റഡ് ബിൽഡിംഗ് ആണെങ്കിൽ എവിക്ഷൻസ് നടന്നു. കാരണം ഗവൺമെന്റ്, അർബൻ ഏരിയ, പ്ലാന്റേഷൻ, ഈ 3 റീജിയൻസിനെയും ഇത് ബാധിച്ചിട്ടില്ല കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ഓർഡിനൻസ് ആക്ട്. ഓക്കെ, ഇനി ഈ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും എന്ത് സംഭവിക്കുന്നുണ്ട്? എല്ലാ എവിക്ഷൻസും സ്റ്റോപ്പ് ചെയ്തു, ലാൻഡ് ലോഡ്സിന് എവിക്ഷൻ സ്റ്റോപ്പ് ചെയ്തു, ഒക്കുപേഷണൽ സേഫ്റ്റി കിട്ടി. പിന്നീട് നമ്മൾ കണ്ടതാണ് അഗ്രിയറിയൻ റിലേഷൻസ് ബില്ല് 1957 എന്ന് പറയുന്നത്. അവിടെയാണ് EMS, KR ഗൗരിയമ്മ, C അച്യുതമേനോനെ പോലെയുള്ള ലീഡേഴ്സ് വരുന്നത്. ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇതിനകത്ത് 4 ചാപ്റ്റേഴ്സും 86 സെക്ഷൻസും 3 ഷെഡ്യൂൾസും ആണ് ഉണ്ടായിരുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. 4 ചാപ്റ്റേഴ്സും 86 സെക്ഷനും 3 ഷെഡ്യൂളും. ഓക്കെ, പിന്നെന്താണ് ഇതിന്റെ എക്സംഷൻ? നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. എന്തൊക്കെയാണ് സെക്ഷൻ 3 എന്ന എക്സംഷൻസ് എന്ന 1957 കാർബ്? കാരണം കാർബ് എവിടൊക്കെയാണ് അപ്ലൈ ആവാത്തത്? ഗവൺമെന്റ് പ്രോപ്പർട്ടിയിൽ അപ്ലൈ ആയില്ല, അർബൻ ഏരിയാസിന്റെ ബിൽഡിങ്സിൽ അപ്ലൈ ആയില്ല, ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ ലീസ് ആണെങ്കിൽ അപ്ലൈ ആയില്ല. ഇനി നമുക്ക് യൂസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പണയപ്പണ്ടം പോലെ നിങ്ങൾ ലാൻഡ് സ്വീകരിച്ചു. നിങ്ങളോട് എന്നിട്ട് ലാൻഡ് ഓണർ പറയുകയാണ് ഈ ലാൻഡിനകത്തു നിന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ യൂസ് ചെയ്തോളാൻ. അങ്ങനെ നിങ്ങളത് യൂസ് ചെയ്ത് വരികയായിരുന്നു. പക്ഷേ ലാൻഡ് ലോഡ് നിങ്ങളുടെ പിന്നീട് ഈ ഒരു പണയപ്പണ്ടം തിരിച്ചു മേടിച്ചു പൈസ തന്നിട്ട്. പക്ഷെ നിങ്ങൾ വീണ്ടും അവിടെ നിൽക്കാമെന്ന് വെച്ചു. അപ്പോഴും ഇത് എക്സംപ്റ്റഡ് ആയിരിക്കും. എന്നുവെച്ചാൽ നിങ്ങൾ പണയപ്പണ്ടം പോലെ ലാൻഡ് സ്വീകരിച്ചു, പക്ഷെ പിന്നീട് ലാൻഡ് ഓണേഴ്സിന് പൈസ തിരിച്ചു തന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമി കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. മാറിപ്പോയില്ല. പക്ഷെ അപ്പൊ ഈ ആക്ട് നിങ്ങൾക്ക് ബാധകമല്ല. നിങ്ങൾക്ക് ഈ ആക്ട് പ്രകാരമുള്ള പ്രൊട്ടക്ഷൻ ഒന്നും കിട്ടത്തില്ല. അതുപോലെ തന്നെയാണ് ട്രാൻസാക്ഷൻ ഓഫ് യൂസഫ്രക്റ്റ് ഓഫ് ട്രീസ്, മരങ്ങളുടെ മാത്രം യൂസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പരിപാടിയൊക്കെ. അവിടെ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല. ഓക്കെ, പിന്നെന്താണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്? ടെനൻസിനെ എപ്പോഴൊക്കെ എവിക്ട് ചെയ്യാൻ പറ്റും? ഓക്കെ, അപ്പോൾ ടെനൻസിനെ എവിക്ട് ചെയ്യാൻ പറ്റുന്നത് എവിടൊക്കെയാണ്? റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എക്സ്പാൻഷനെ സംബന്ധിച്ച് ടെനൻസിനെ എവിക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ എക്സ്പാൻഷൻ, ബിൽഡിംഗ് പണിയുന്നുണ്ടെങ്കിൽ, ലാൻഡ് ലോഡ് ബിൽഡിംഗ് പണിയുന്നുണ്ടെങ്കിൽ സെൽഫ് കൾട്ടിവേഷന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇങ്ങനെ എവിക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? എന്താണ് ലാൻഡ് ലോഡ് പിന്നീട് കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം എന്താണ് നെക്സ്റ്റ് കോമ്പൻസേഷൻ ഓഫ് ആക്ട് പ്രകാരം 1958 പ്രകാരം വരുന്നുണ്ട്. അതായത് സെൽഫ് കൾട്ടിവേഷന് വേണ്ടിയിട്ടും ബിൽഡിംഗ് റെസിഡൻസിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ എവിക്ട് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അങ്ങനെ അവർക്കൊരു സലാറ്റം കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ വരുന്നത്, അതായത് ഒരു കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട്. ഇനി ഏതെങ്കിലും കാര്യത്തിൽ ഈ പറഞ്ഞ കാര്യത്തിന് വേണ്ടി അല്ല എവിക്ട് ചെയ്തെന്നുണ്ടെങ്കിൽ റീസ്റ്റോറേഷന് വേണ്ടിയിട്ട് പിന്നീട് കോർട്ടിനെ സമീപിക്കാം. ഓക്കെ, ലാൻഡ് ട്രൈബ്യൂണൽ വന്നത് ഏത് ആക്ടിനകത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1957 കാർബ് എന്ന ബില്ലിനകത്ത് ലാൻഡ് ട്രൈബ്യൂണലിന്റെ പ്രൊപ്പോസൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ലാൻഡ് ട്രൈബ്യൂണൽ എന്നുള്ളൊരു ആശയം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് കാർബ് 1957 ആണ്. അങ്ങനെ പിന്നീട് ടെനന്റിന് ഹെറിറ്റബിളും ഏലിയനബിളും ആയിട്ടുള്ള റൈറ്റ്സിന്റെ ആദ്യത്തെ എന്താണ്, അതായത് ടെനൻസിന് ഹെറിറ്റബിളും ഏലിയനബിളും ആയിട്ടുള്ള റൈറ്റ് വേണം എന്ന് ആദ്യത്തെ പ്രപ്പോസൽ വെക്കുന്നത് കാർബ് 1957 ആണ്. ഓക്കെ, പക്ഷെ ഇതിനകത്ത് കുറച്ച് സബ് ക്ലോസുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. കാരണം ഏലിയനബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം അത് സെയിലും ട്രാൻസ്ഫറും ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ സെയിലും ട്രാൻസ്ഫറും ആണെങ്കിൽ അത് ഏലിയനബിൾ റൈറ്റ് ഉണ്ടെന്നൊക്കെ ആ സമയത്ത് ടെനന്റ് വാദിച്ചെടുക്കണമായിരുന്നു. ട്രൈബ്യൂണലിനെ സമീപിച്ചും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് വാദിച്ചെടുക്കണമായിരുന്നു. പിന്നീട് അത് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ഇംപ്ലിമെന്റ് ആവുന്നത് 1963 പർച്ചേസിംഗ് റൈറ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ പർച്ചേസ് റൈറ്റ് കിട്ടുന്ന സമയത്ത് ലാൻഡ് ഏലിയനബിൾ ആവുന്നുണ്ട്. ഓക്കെ, അതായത് ഇവിടെ ഒരു പ്രപ്പോസൽ ആണ് വരുന്നത്. 1963 ആക്ടിനകത്ത് ടെനൻസിന് ലാൻഡ് പർച്ചേസ് ചെയ്യാം എന്നൊരു ക്ലോസ് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നോർമലി ഇവിടെ ഹെറിറ്റബിൾ ആയി കാർബൺ 1957. പക്ഷെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് നിലവിൽ വരുന്നില്ല, കാരണം ഇത് ആക്ട് ആവുന്നില്ലല്ലോ. പക്ഷെ 1963 ടെനൻസി റൈറ്റ് സംബന്ധിച്ച് ടെനൻസിന് ഹെറിറ്റബിൾ ആയിട്ടുള്ള അവകാശങ്ങൾ കിട്ടുന്നുണ്ട്.
അതുപോലെ തന്നെ ഏലിയനബിൾ ആയിട്ടുള്ള അവകാശങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ 1963 ഇംപ്ലിമെന്റ് ആയിട്ടുള്ള ടെനൻസിന്റെ ഹെറിറ്റബിൾ ആൻഡ് ഏലിയനബിൾ റൈറ്റ് എന്ന് പറയുന്നത് പ്രാബല്യത്തിൽ വരുന്നത്. പിന്നീട് 1969 ഈ ടെനൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ടെനൻസി മൊത്തത്തിൽ അങ്ങ് അബോളിഷ് ചെയ്ത് പോയിട്ട് ഇവർ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഓണേഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് പ്രപ്പോസൽ കൊണ്ടുവന്നത് കാർബൺ 1957, ഹെറിറ്റബിൾ ആൻഡ് ഏലിയനബിൾ റൈറ്റ് ടു ടെനൻസ്. പിന്നീട് ഇവർക്ക് എപ്പോഴാണ് ആക്ച്വലി ഈ റൈറ്റ് കിട്ടുന്നത് ഇൻ ലോ, ഹെറിറ്റബിൾ ആൻഡ് ഏലിയനബിലിറ്റി കിട്ടുന്നത് 1963 ലാൻഡ് റിഫോംസ് ആക്ട് പ്രകാരമാണ്, പ്രിൻസിപ്പൽ ആക്ട്. പക്ഷെ അവിടെയും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം ദൂരീകരിച്ച് ടെനൻസിനെ മൊത്തത്തിൽ അബോളിഷ് ചെയ്ത് ടെനൻസിനെ ഓണേഴ്സ് ആക്കി മാറ്റുന്നത് ഏത് ആക്ടാണ്? 1969 കേരള ലാൻഡ് റിഫോംസ് ആക്ട്. അവിടെ ടെനൻസി മൊത്തം അബോളിഷ് ചെയ്തിട്ട് ടെനൻസ് ആണ് പിന്നീട് ഓണേഴ്സ് ആയിട്ട് മാറുന്നത് 1969. അപ്പൊ ഇതാണ് ടെനൻസി ആയിട്ട് ബന്ധപ്പെട്ട റൈറ്റിന്റെ ടൈം ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു വൺ ടൈം സെറ്റിൽമെന്റ് പ്രപ്പോസ് ചെയ്തു എന്നൊരു കാര്യം നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു എന്താണ് നിങ്ങൾ 5 ഏക്കർ താഴെയാണെന്നുണ്ടെങ്കിൽ 1 വർഷത്തെ റെന്റ് അടച്ച് നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യാം. 5 മുതൽ 15 ആണെങ്കിൽ 3 വർഷത്തെ റെന്റ് അടച്ച് സെറ്റിൽ ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള ഒരു അരിയർ സെറ്റിൽമെന്റ് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത് 1957 ആണ്, കാർബാണ്. കുടികിടപ്പുകാരന്റെ അവകാശങ്ങൾ നോക്കിക്കഴിഞ്ഞാലോ, കുടികിടപ്പുകാരന് ഫിക്സിറ്റി ഓഫ് ടെനുവർ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത് കാർബൺ 1957 ആണ്. അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് 1963 കേരള ലാൻഡ് റിഫോംസ് ആക്ട് ആണ്. എന്നാൽ കുടികിടപ്പുകാരന് ഹെറിറ്റബിൾ ആയിട്ടുള്ള റൈറ്റ് കിട്ടുന്നതും കുടികിടപ്പുകാരന് ലാൻഡ് പർച്ചേസ് ചെയ്യാം, അങ്ങനെ പർച്ചേസ് ചെയ്ത ലാൻഡിന് ഏലിയനബിലിറ്റി കിട്ടുന്നതും എപ്പോഴാണ്? 1969 നിയമത്തിലാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ കുടികിടപ്പുകാരന് ഫിക്സിറ്റി ഓഫ് ടെനുവർ കിട്ടുന്നത്, അതായത് അദ്ദേഹത്തെ എവിക്റ്റ് പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ കിട്ടുന്നത്, പ്രപ്പോസ് വരുന്നതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ആക്ടിനകത്താണ്. ഓക്കെ, അങ്ങനെ കുടികിടപ്പുകാരന്റെ റെന്റ് എല്ലാം 6 രൂപയാക്കി പെർ ഇയറിലാക്കിയിട്ട് ചുരുക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ റെസിഡൻസി റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒന്ന് നോക്കിയേ, നോട്ട് ഏലിയനബിൾ ആണ് റൈറ്റ്. ഓക്കെ, ഇപ്പൊ പെസൻസിനെ വരുന്ന സമയത്ത്, പെസൻസിനെ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ പെസൻസിനെ വരുന്ന സമയത്ത് ലാൻഡ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളെല്ലാം ഇവിടെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. പർച്ചേസും പ്രൈസും കാര്യങ്ങളും എല്ലാം ഇവിടെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ പ്രപ്പോസൽ നിലവിൽ വരുന്ന എപ്പോഴാണ്? 1963 ആക്ടിനകത്ത് പ്രപ്പോസൽ നിലവിൽ വരുന്നുണ്ട്. ഓക്കെ, ഫുള്ളി എന്താണ് അതിന്റെ ഓണേഴ്സ് ആയിട്ട് മാറിയത്, ടെനൻസ് ഓണേഴ്സ് ആയിട്ട് മാറിയത് 1969 ഫുള്ളി ഓണേഴ്സ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ലാൻഡ് ടു ടില്ലർ എന്ന കൺസെപ്റ്റ് ആക്ച്വലി ഇംപ്ലിമെന്റ് ആവുന്നത് 1969. കാരണം ആ ടെനൻസിന്റെ റൈറ്റുകൾ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്നതാണ്. ഈ കാർബിനകത്ത് തന്നെ ഉണ്ടായിരുന്നു പർച്ചേസ് ചെയ്യാനുള്ള, ആദ്യം മോഡൽ ലെജിസ്ലേഷനകത്ത് ഉണ്ടായിരുന്നു പർച്ചേസ് ചെയ്യാനുള്ള അവകാശങ്ങൾ കൊടുക്കണം എന്ന്. കാർബൺ 1957 വന്നപ്പോൾ നമ്മളത് ഇങ്ങനെ എടുത്തിട്ടു, പർച്ചേസ് ചെയ്യാനുള്ള അവകാശങ്ങൾ ഇവിടെ കൊടുക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇവിടെ എടുത്തിട്ടു. ഓക്കെ, പക്ഷെ ആക്ടാക്കി നിയമമാക്കി വന്നത് 1963. പക്ഷെ അത് ഇംപ്ലിമെന്റ് ആയത് ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് ഇംപ്ലിമെന്റ് ആയി ടെനൻസിനെ ഫുൾ ഓണേഴ്സ് ആക്കി ലാൻഡ് ടു ടില്ലർ എന്ന കൺസെപ്റ്റ് ഇവിടെ കൊണ്ടുവന്നത് 1969. ഇനി സീലിംഗും റീഡിസ്ട്രിബ്യൂഷനും എല്ലാം പിന്നീട് ഈ സീലിംഗ് ആദ്യം എന്താണ് ഇൻഡിവിജ്വൽ ആയിരുന്നു, 1957 മുതൽ ഇത് ഫാമിലി കൺസെപ്റ്റിലേക്ക് മാറി എന്ന് നമ്മൾ കണ്ടതാണ്. ഇനി എന്താണ്, ലാൻഡ് ഓണേഴ്സിനും കോമ്പൻസേഷൻ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഓക്കെ, അതായത് ലാൻഡ് ഓണേഴ്സിന്റെ കയ്യിൽ നിന്ന് ഭൂമി എടുത്താലും അതിനും എന്ത് ചെയ്യുന്നുണ്ട്, കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. അവിടെ ഇവിടെ എന്താണ്, ലാൻഡ് ഓണേഴ്സിനും കോമ്പൻസേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ടെനൻസിനും കോമ്പൻസേഷൻ ഉണ്ട്. ഓക്കെ, ടെനൻസിന്റെ കോമ്പൻസേഷൻ എപ്പോൾ കിട്ടുന്നു? ടെനൻസിനെ എവിക്റ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നു. ഇനി ലാൻഡ് ഓണേഴ്സിന്റെ എക്സസ് ലാൻഡ് സറണ്ടർ ചെയ്യുന്ന സമയത്ത് ലാൻഡ് ഓണേഴ്സിന് കോമ്പൻസേഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലാൻഡ് ഓണേഴ്സിന്റെ ലാൻഡ് ടെനന്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്തും ടെനന്റ് ലാൻഡ് ഓണേഴ്സിന് പൈസ കൊടുക്കണം. ഈ രണ്ട് പണവും എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ടുള്ള ഫോർമുല വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതിപ്പോൾ ടെനൻസിന് കൊടുക്കുന്ന കോമ്പൻസേഷൻ ആണെങ്കിലും ശരി, അതുപോലെ തന്നെ ലാൻഡ് ഓണേഴ്സിന് കിട്ടുന്ന കോമ്പൻസേഷൻ ആണെങ്കിലും ശരി. അപ്പൊ ഈ 2 പേർക്കും കോമ്പൻസേഷൻ എന്നൊരു കാര്യം ഉണ്ടെന്ന് ഓർക്കുക. അല്ലാതെ ലാൻഡ് ഓണേഴ്സിന്റെ കയ്യിൽ നിന്ന് ചുമ്മാ പിടിച്ചെടുക്കുകയല്ല, കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴോ, അവിടെയും തോന്നിയ പോലെ അല്ല റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. പ്രയോറിറ്റി വെച്ച് എവിക്റ്റഡ് ആയിട്ടുള്ള ടെനന്റ് ആണോ, ചെറിയ സ്മോൾ ഹോൾഡർ ആണോ, കോപ്പറേറ്റീവ് സൊസൈറ്റി ആണോ, ലാൻഡ്ലെസ് ആയിട്ടുള്ള കുടിയെടുപ്പുകാരാണോ എന്നെല്ലാം നോക്കിയിട്ടാണ് പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. റീഡിസ്ട്രിബ്യൂഷനും സീലിംഗ് ഉണ്ട്. മാക്സിമം 5 ഏക്കറാണ് റീഡിസ്ട്രിബ്യൂഷന്റെ സീലിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ലാൻഡ് ബോർഡ് വരുന്നുണ്ട്. കാർബിനകത്ത് ലാൻഡ് ബോർഡ് എന്നുള്ളൊരു പ്രക്രിയ ഇവിടെ നിലവിൽ വരുന്നുണ്ട്. ആ ലാൻഡ് ബോർഡിന് പവർ ഓഫ് സിവിൽ കോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ,
അതാണ് കേരള അഗ്രേറിയൻ റിലേഷൻസ് ബില്ല് എന്ന് പറയുന്നത്. പിന്നീട് നമുക്കറിയാം അതിന്റെ തൊട്ടടുത്ത വർഷം തന്നെ കോമ്പൻസേഷൻ കൊടുക്കണമല്ലോ ടെനൻസിന്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോമ്പൻസേഷൻ ഇംപ്രൂവ്മെന്റ് ആക്റ്റും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏതൊക്കെ സമയത്താണ് കോമ്പൻസേഷൻ കൊടുക്കേണ്ടത്? കാരണം നമുക്കറിയാം, ഇത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, ഏതൊക്കെ കാര്യങ്ങൾക്കാണ് കോമ്പൻസേഷൻ കൊടുക്കേണ്ടത്. കാരണം ഇപ്പൊ ചോദിക്കുകയാണ് താഴെ തന്നിട്ടുള്ള ഏതൊക്കെ കാര്യങ്ങൾക്കാണ് കോമ്പൻസേഷൻ കിട്ടിയിരുന്നത്. അങ്ങനെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കേണ്ടത് ഈ താഴെ തന്നിട്ടുള്ള സാധനങ്ങളിൽ എന്തൊക്കെയാണ് പെർമനന്റ് ആയിട്ടുള്ള വാല്യൂ അഡീഷൻ നടക്കുന്നതെന്നാണ്. കാരണം ചെറിയ ഇപ്പം കുറ്റിക്കാട് വെട്ടിത്തെളിച്ചു, അതിന് കോമ്പൻസേഷൻ കിട്ടത്തില്ല. ഇപ്പം നോർമൽ അഗ്രികൾച്ചർ പ്രാക്ടീസ് ആണ്, അതിന് കോമ്പൻസേഷൻ കിട്ടത്തില്ല. പക്ഷേ ആ വസ്തുവിന്റെ വാല്യൂ കൂട്ടുന്ന തരത്തിലുള്ള എന്തെങ്കിലും പെർമനന്റ് ആയിട്ടുള്ള ഒരു സാധനം അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് കോമ്പൻസേഷൻ ടെനന്റിന് ക്ലെയിം ചെയ്യാം. ശ്രദ്ധിക്കണം, കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യുന്നത് ഏത് സമയത്താണ്? ഈ ലാൻഡ് ലോഡ് ടെനന്റിനോട് ഇറങ്ങി പോവാൻ പറയുന്ന സമയത്താണ്. അങ്ങനെ ഇറങ്ങി പോകണമെങ്കിൽ എനിക്ക് എൻ്റെ കോമ്പൻസേഷൻ കിട്ടണമെന്ന് ടെനന്റ് പറയുന്നത്. ഈ നിയമത്തിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ടെനന്റിനോട് പറയുന്നുണ്ട്, നിങ്ങൾ നടത്തിയ വാല്യൂ അഡീഷൻ സംബന്ധിച്ചുള്ള കോമ്പൻസേഷൻ ലാൻഡ് ലോഡ് തരാത്ത പക്ഷം നിങ്ങൾക്ക് ഇവിടെ തന്നെ സ്റ്റേ ചെയ്തോളാൻ പറയുന്നുണ്ട്. അപ്പോൾ ടെനന്റിന് കോമ്പൻസേഷൻ കിട്ടിയിട്ട് ഇറങ്ങിപ്പോയാൽ മതി, അല്ലെങ്കിൽ അവിടെ തന്നെ നിന്നോളാൻ ഈ നിയമം പറയുന്നുണ്ട്. അപ്പം കോമ്പൻസേഷൻ കിട്ടുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഹൗസ് പണിയ, ഡ്വെല്ലിംഗ് ഹൗസസോ ഫാം ബിൽഡിങ്ങോ പെർമനന്റ് ആയിട്ടുള്ള ടാങ്കോ വെല്ലോ ഇറിഗേഷൻ വർക്കുകളോ ഡ്രെയിനേജോ റിക്ലമേഷനോ അല്ലെങ്കിൽ പെർമനന്റ് അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റോ അങ്ങനത്തെ എന്തെങ്കിലും വാല്യൂ അഡീഷൻ സംബന്ധിച്ചുള്ള കാര്യമായിരിക്കണം. അത് റൊട്ടീൻ അഗ്രികൾച്ചർ ആക്ടിവിറ്റി ആവരുത്. അത് എന്ത് ചെയ്യുന്നുണ്ട്? പെർമനന്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ കോമ്പൻസേഷൻ കിട്ടും. ഈ കോമ്പൻസേഷൻ മേടിച്ചിട്ട് ടെനന്റിന്റെ പുറത്ത് പോയാൽ മതി. അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്തെ മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ആക്ട് എന്ന് വന്നു 1958 വന്നത്. അപ്പൊ എവിടൊക്കെയാണ് കോമ്പൻസേഷൻ കിട്ടുന്നത്? അതുപോലെ തന്നെ ഈ ഒരു കേസ് ടെനന്റ് ക്യാൻ റിമെയിൻ ഇൻ പൊസഷൻ ഈവൻ ആഫ്റ്റർ ടെനൻസി എൻഡ്സ് അണ്ടിൽ കോമ്പൻസേഷൻ ഈസ് ഫുള്ളി പെയ്ഡ്. അപ്പൊ അതാണ് കോമ്പൻസേഷൻ ആക്ട് വരുന്നത്. ഈ കോമ്പൻസേഷൻ അകത്തും വാല്യൂഷൻ വരുന്നുണ്ട്, അത് നിങ്ങൾ നോക്കണ്ട. അപ്പൊ നിങ്ങൾ ഓർത്താൽ മതി, അദ്ദേഹം ചെയ്തിട്ടുള്ള വാല്യൂ അഡീഷൻ സംബന്ധിച്ചാണ് കോമ്പൻസേഷൻ കിട്ടുന്നത്. എത്രത്തോളം വാല്യൂ കൂടുന്നുണ്ടോ അത്രത്തോളം കോമ്പൻസേഷനും കൂടും. ഓക്കെ. ഇനി ട്രീസിനടക്കം ഇവിടെ കോമ്പൻസേഷൻ കിട്ടുന്നുണ്ട്. കണ്ടില്ലേ? ട്രീസിന് 3/4 ഓഫ് ദ മാർക്കറ്റ് വാല്യൂ ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. ടിമ്പർ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് വളരെ ഡൈലൂട്ടഡ് ആയിട്ടുള്ള ആക്ട് വന്നു. ആരുടെ കീഴിലാണ്? പട്ടം താണുപിള്ളയുടെ കീഴിലാണ്. അതിനെയാണ് കേരള അഗ്രിയറിയൻ റിലേഷൻസ് ആക്ട് എന്ന് പറയുന്നത് 1960 വന്നത്. അത് സ്ട്രക്ക് ഡൗൺ ചെയ്തു. അത് പിന്നീട് വന്നില്ല. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡൈലൂഷൻസ് ഒന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കണ്ട, ഒന്ന് വായിച്ചു പോയാൽ മതി. കാരണം ഒരുപാട് ഡൈലൂഷൻസ് വന്നിട്ടുണ്ട് ഇവിടെ. ഇനി അത് കോമ്പൻസേഷൻ ആണെങ്കിലും കുടികിടപ്പുകാരുടെ അവകാശങ്ങളാണെങ്കിലും ഇനി എന്താണ് സീലിംഗ് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണെങ്കിലും, ഇനി സീലിംഗിനകത്തൊക്കെ മറ്റേ ലാൻഡ് മാത്രമല്ല, അതിന് ചുറ്റും കിടക്കുന്ന കണ്ടിഗ്യൂസ് അഗ്രികൾച്ചർ ലാൻഡ് കൂടി എക്സംപ്റ്റഡ് ആക്കി. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഈ ആക്ടിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു പ്രിൻസിപ്പൽ ലെജിസ്ലേഷൻ എന്ന് പറയുന്ന 1969 കേരള ലാൻഡ് റിഫോംസ് ആക്ട് 1969. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എക്സംഷൻസ് ആർക്കൊക്കെ എക്സംപ്റ്റഡ് ആവത്തില്ല എന്നുള്ളതാണ്. ഓക്കെ. എക്സംഷൻസ് ആർക്കൊക്കെയാണ് ഉള്ളത്? സെക്ഷൻ 3 ആണെന്ന് നിങ്ങൾ ഓർത്തേക്കണം. കേരള ലാൻഡ് റിഫോംസ് ആക്ട് 1963 സെക്ഷൻ 3 ആണ് എക്സംഷൻസ് പറയുന്നത്. അതിനകത്ത് ഗവൺമെന്റ് ആൻഡ് പബ്ലിക് ബോഡി ഉണ്ട്, പ്ലാന്റേഷൻസ് ഉണ്ട്. പ്ലാന്റേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അളവ് നിങ്ങൾ ഓർക്കാം, 30 ഏക്കറിൽ കൂടുതലാണ് പ്ലാന്റേഷൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ. പിന്നീട് എന്താണ്? കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ലീസ് ഉണ്ട്. റിലീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ, അതായത് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ആദ്യമായിട്ട് ഇവിടെ കൊണ്ടുവരുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ആദ്യം നമ്മൾ 1960 ആക്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം, ഇത് കണ്ടില്ലേ? 19 സിവിൽ കോഡ് എവിടെ പോയി? അയ്യോ, താഴോട്ട് എടുത്തോ. ഓക്കെ. ഇത് കണ്ടില്ലേ? എക്സംഷനകത്ത് കംപ്ലീറ്റ് എക്സംഷൻ ടു റിലീജിയസ് ചാരിറ്റബിൾ ആൻഡ് പബ്ലിക് ട്രസ്റ്റ്. അപ്പൊ ഇതുപോലെയുള്ള റിലീജിയസ് ആയിട്ടുള്ള ചാരിറ്റബിൾ ആയിട്ടുള്ള പബ്ലിക് ട്രസ്റ്റുകൾ ഇതിനകത്തോട്ട് തിരികിയത് 1960 ആക്ട് ആണ്. പക്ഷെ 1957 ബില്ലിനകത്ത് ഈ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ 1963 ആക്ട് വന്നപ്പോഴും എന്തുണ്ട്? ഈ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ. അതായത് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ. റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ നോൺ അഗ്രികൾച്ചറൽ പ്രോപ്പർട്ടീസ് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ. അഗ്രികൾച്ചർ പ്രോപ്പർട്ടീസ് അല്ല, നോൺ അഗ്രികൾച്ചർ പ്രോപ്പർട്ടീസ്.
ഇനി കോർട്ട് മാനേജ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. മോർഗേജ് അല്ലെങ്കിൽ ലൈഫ് ഇൻട്രസ്റ്റ് ഹോൾഡർ എന്ന് വെച്ചാൽ അതൊന്നുമില്ല. എന്ന് വെച്ചാൽ എന്താണ്, ഒരു മോർഗേജ് ആയിട്ട് ഈ ഒരു സ്ഥലം എടുക്കുന്ന ആളുകളാണ്. മോർഗേജ് ആയിട്ട് എടുക്കുന്ന ആൾ ലൈഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഹെറിറ്റബിൾ റൈറ്റ് ഇല്ല നിങ്ങളുടെ ജീവിതകാലം വരെ. നിങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ ഒരു ലാൻഡ് തിരിച്ച് ലാൻഡ് ഓണേഴ്സിന്റെ കയ്യിലോട്ട് പോകും. അപ്പൊ ഇങ്ങനെയുള്ള മോർഗേജുമായിട്ട് ബന്ധപ്പെട്ട പണയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ലൈഫ് ഇൻട്രസ്റ്റ് ഹോൾഡേഴ്സിന്റെ കാര്യങ്ങളോ ആണെങ്കിൽ എക്സംപ്റ്റഡ് ആണ്. കുട്ടനാടൻ കായൽ പാടശേഖരങ്ങളൊക്കെ എക്സംപ്റ്റഡ് ആക്കിയത് ഏത് ആക്ട് ആണ്? 1963 ആക്ട് ആണ്. ഇനി 1961 മുന്നേ തന്നെ ഫിക്സിറ്റി ഓഫ് ടെനുവർ കിട്ടിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും വെച്ചിട്ട് അവരുടെ അവകാശങ്ങൾ എടുത്തു കളയാൻ പാടില്ല എന്നുള്ളതാണ് എക്സിസ്റ്റിംഗ് ടെനന്റ് റൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1961 ജാനുവരി 21 മുന്നേ തന്നെ ഏതെങ്കിലും നിയമപ്രകാരം ഫിക്സിറ്റി ഓഫ് ടെനുവർ കിട്ടിയിട്ടുള്ള കുടികിടപ്പുകാരായിക്കോട്ടെ ടെനൻസ് ആയിക്കോട്ടെ അവരെ ഒന്നും ഇപ്പൊ ഈ വന്നിട്ടുള്ള മുകളിലത്തെ പ്രൊവിഷൻസ് വെച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങൾ എടുത്ത് കളയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ കാൽപ്പാടശേഖരം പറയുന്നുണ്ട്, അതുപോലെ തന്നെ മോർഗേജ് അല്ലെങ്കിൽ ലൈഫ് ഇൻട്രസ്റ്റ് ഹോൾഡേഴ്സിന് എക്സംപ്റ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ നോൺ അഗ്രികൾച്ചറൽ പ്രോപ്പർട്ടി എക്സംപ്റ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡീംഡ് ടെനൻസ് എന്ന ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ഏത് ആക്ടിനകത്തായിരുന്നു? 1963 ലാൻഡ് റിഫോംസ് ആക്ടിനകത്താണ്. ഓക്കെ, അതിനകത്ത് ഡീംഡ് ടെനൻസ് ആക്കി. ടെനൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 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 ട്രഡീഷണൽ കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതിനേക്കാളും എന്താണ്, ബാക്കിയുള്ള കുറേ ആൾക്കാർ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അവരെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തു. ഈവൻ ഷിഫ്റ്റിംഗ് കൾട്ടിവേറ്റേഴ്സ് ആയിട്ടുള്ള പുനം അല്ലെങ്കിൽ കുംബ്രി കൾട്ടിവേറ്റേഴ്സിനെ വരെ ഇൻക്ലൂഡ് ചെയ്തു 1963 ലാൻഡ് റിഫോംസ് ആക്ട്. അപ്പം കുറെ ബ്രോഡൺ ആക്കി. ഓക്കെ, കൊച്ചി ഏരിയയിലൊക്കെ ആണെങ്കിൽ 40% താഴെ വാർഷിക ഇൻട്രസ്റ്റില് മോർഗേജ് എടുത്തിട്ടുള്ള ആൾക്കാരെ എന്ത് ചെയ്യുന്നുണ്ട്, മണി ലെൻഡേഴ്സ് ആയിട്ട് കാണാതെ അവരെയും ടെനൻസ് ആക്കി കാണുന്നുണ്ട്. ഓക്കെ, അതായത് ഇൻട്രസ്റ്റ് 40% താഴെയാണ് വാർഷികം എങ്കിൽ അവരെ മണി ലെൻഡേഴ്സ് ആക്കി മാത്രമല്ല കാണുന്നത്, അവരെയും ടെനന്റ് ആക്കി കാണുന്നുണ്ട്. മലബാർ ഏരിയാസിലാണെങ്കിൽ 2 വർഷത്തിൽ കൂടുതലായിട്ട് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയിൽ നമ്മൾ ടെനന്റ് എന്ന പോലെ താമസിക്കുന്നുണ്ടെങ്കിൽ അവരെയും ഈ ഡീംഡ് ടെനന്റ് എന്ന ഒരു കാറ്റഗറിക്കകത്തോട്ട് പെടുത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ വാരംദാറ്, സറണ്ടേർഡ് ലീസ് ഉള്ളവര്. അപ്പൊ സറണ്ടേർഡ് ലീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ എന്താണ് സറണ്ടേർഡ് ലീസ് എന്ന് പറയുന്നത്? നിങ്ങൾ ഒരു ലീസിന് ഒരു പ്രോപ്പർട്ടി എടുത്തു, നിങ്ങളുടെ ലീസ് അഗ്രിമെന്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടെന്ന് വെച്ചോ, എന്നാലും നിങ്ങളെ ടെനന്റ് ആക്കി ഈ ഒരു നിയമം കാണുന്നുണ്ട്. സറണ്ടേർഡ് ലീസ്, നിങ്ങളെ ലീസ് നിങ്ങൾ സറണ്ടർ ചെയ്ത് ലാൻഡ് ഓണർ നിങ്ങൾക്ക് പൈസ തിരിച്ചു തന്നു, പക്ഷെ സ്റ്റിൽ യു ക്യാൻ ബി കൺസിഡർഡ് ആസ് എ ഡീംഡ് ടെനന്റ് അണ്ടർ 1963 ആക്ട്. അപ്പം ഡീംഡ് ടെനന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഏതാണ്? 1963 ആക്ട് ആണ്. അപ്പം ഇനി എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നത്? 1957 ആക്ട് എന്ന് പറയുന്നത് തിരുവിതാംകൂർ കൊച്ചി മാത്രമായിരുന്നു എന്നും 1963 ആക്ടിനകത്ത് ഇത് കണ്ടില്ലേ, മലബാർ അടക്കമുള്ള ഏരിയാസിനെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു പ്രിൻസിപ്പൽ ആക്ട് ആക്കി എക്സ്റ്റെൻഡഡ് ടു ദി ഹോൾ സ്റ്റേറ്റ് ഓഫ് കേരള. അങ്ങനെയാണ് ഇത് പ്രിൻസിപ്പൽ ആക്ട് ആയിട്ട് മാറുന്നത്. ഇത് കേരളത്തിന് മുഴുവൻ ആപ്ലിക്കബിലിറ്റി കൊണ്ടുവന്നു. ഓക്കെ, സ്റ്റേറ്റ് വൈഡ് ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്ന ആദ്യത്തെ ലാൻഡ് റിഫോംസ് ആക്ട് ആയിരുന്നു 1963 ലാൻഡ് റിഫോംസ് ആക്ട്. കാരണം എന്താ, 1957 കാർബ് തിരുവിതാംകൂറിനും കൊച്ചി ഏരിയാസുമാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. തിരുവിതാംകൂറിലെ വാരംദാസിനെ, ഓടച്ചാർത്തുദാസിനെ, അതുപോലെ തന്നെ കൊച്ചി ഏരിയാസിലെ ഓടച്ചാർത്തുദാസിനെ, ടെനൻസിനെ ഒക്കെയാണ് കൂടുതലായിട്ടും ഇത് കൺസിഡർ ചെയ്തത്. മലബാറിലോട്ട് അധികം ആപ്ലിക്കബിൾ ആയില്ല. മലബാറിന് വേറെ നിയമങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. 1963 വന്നപ്പോഴത്തേക്ക് മൊത്തത്തിൽ അങ്ങ് എക്സ്റ്റെൻഡ് ആയി. കവറേജും സ്കോപ്പും നമ്മളിപ്പോൾ പറഞ്ഞു. എക്സംഷൻസ് 1957 എക്സംഷൻസ് മാത്രമല്ല, ഒരുപാട് എക്സംഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കോൺഗ്രസ് ഗവൺമെന്റിന്റെ സമയത്ത് വന്നിട്ടുള്ള 1963 ആക്ട് ബ്രോഡൻ ചെയ്യുന്നുണ്ട്. എക്സംഷൻസും ബ്രോഡൻ ചെയ്യുന്നുണ്ട്, ടെനൻസിന്റെ കാറ്റഗറീസും ബ്രോഡൻ ചെയ്യുന്നുണ്ടെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഡീംഡ് ടെനൻസ്, അതാണ് ടെനൻസിന്റെ കാറ്റഗറി ബ്രോഡൻ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. ട്രഡീഷണൽ ആയിട്ടുള്ള ടെനൻസ് അല്ലാതെ ഹിഡൻ ആയിട്ടുള്ള ഷിഫ്റ്റിംഗ് കൾട്ടിവേറ്റേഴ്സിനെ വരെ ഇൻക്ലൂഡ് ചെയ്ത ഡീംഡ് കാറ്റഗറി കൊണ്ടുവന്നത് എവിടെയാണ്? 1963 ആക്ടിനകത്താണ്. റിസംഷൻ നമുക്കറിയാം. പേഴ്സണൽ കൾട്ടിവേഷൻ ആണെങ്കിലോ, സ്മോൾ ഹോൾഡറിന് സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, കൾട്ടിവേറ്റ് ചെയ്യണമെങ്കിലോ, റെസിഡൻഷ്യൽ ബിൽഡിംഗ് പണിയാൻ വേണ്ടിയിട്ടോ, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എക്സ്റ്റൻഷന് വേണ്ടിയിട്ടോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ലാൻഡ് റിസ്യൂം ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആണ്. 1963 നിയമപ്രകാരം ഏതൊക്കെ സാഹചര്യത്തിലാണ് ലാൻഡ് ലോഡിന് ഈ ഒരു ടെനന്റിനെ മാറ്റി നിർത്തിയിട്ട് ആ ടെനന്റിന്റെ ലാൻഡ് പിടിച്ചെടുക്കാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എക്സംഷൻസ്,
എക്സ്പാൻഷൻസ്, റെസിഡൻഷ്യൽ ബിൽഡിംഗ് പണിയാൻ വേണ്ടി, പേഴ്സണൽ കൾട്ടിവേഷൻ പണിയാൻ വേണ്ടി സ്മോൾ ഹോൾഡറിനും അവകാശം കൊടുത്തു. പകുതി ലാൻഡ് വരെ തിരിച്ചു വിൽക്കാമെന്നൊരു അവകാശം കൊടുത്തു. ഓക്കെ ആണല്ലോ. അങ്ങനെ റിസ്യൂം ചെയ്യാനുള്ള അവകാശങ്ങൾ കിട്ടി. ഇനി എന്താണ് ലാൻഡ് ലോഡിന്റെ ഭൂമി ടെനൻസിന് പർച്ചേസ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് വന്നു. 1957 ഒന്ന് പ്രൊപ്പോസ് ചെയ്തായിരുന്നു. പ്രൊവിഷൻസ് കൃത്യമായിട്ട് വന്നു 1963 ആക്ടിനകത്ത്, പക്ഷെ ഇംപ്ലിമെന്റ് ആയില്ല. ഇംപ്ലിമെന്റ് ആയത് 1969. കാരണം ഇതിന്റെ പ്രൊവിഷൻസ് ഒന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഇംപ്ലിമെന്റ് ആവുന്നില്ല. പക്ഷെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഹെറിറ്റബിൾ ആൻഡ് ഏലിയനബിൾ റൈറ്റ്സ് ഫോർ ടെനൻസ്. കണ്ടല്ലോ, 1963 ഹെറിറ്റബിൾ റൈറ്റും ഏലിയനബിൾ റൈറ്റും കിട്ടിയത്. ഓക്കെ, ഏലിയനബിൾ റൈറ്റ് കിട്ടുന്നത് എങ്ങനെയാണ്? ടെനന്റിന് ഈ ഭൂമി പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നൊരു ക്ലോസ് വന്നു. അങ്ങനെ നമ്മൾ മേടിച്ചൊരു ഭൂമി നമുക്ക് വിൽക്കാൻ പറ്റുമല്ലോ, ആ വിൽക്കുന്നതിനെയാണ് ഏലിയനബിൾ റൈറ്റ് എന്ന് പറയുന്നത്. ഹെറിറ്റബിൾ എന്ന് വെച്ചാൽ പിന്തുടർച്ച അവകാശിക്ക് കൊടുക്കാം. അങ്ങനെ 1963 ആക്ട് വഴി ടെനൻസിന് ഹെറിറ്റബിളും ഏലിയനബിൾ ആയിട്ടുള്ള റൈറ്റ് കിട്ടുന്നുണ്ട് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ആ ഒരു പർച്ചേസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇതിനകത്തുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് 16 ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ഒക്കെ ആയിട്ട് അടച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് ടെനന്റിന്റെ അടുത്ത്. നിങ്ങൾ ഒറ്റത്തവണ അടയ്ക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഒരു 16 ഇൻസ്റ്റാൾമെന്റ് ഒക്കെ ആയിട്ട് അടച്ചാൽ മതി. നിങ്ങൾ ആദ്യത്തെ തവണ അടയ്ക്കുന്നത്തോളം സമയം ആ സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് പേയ്മെന്റിന്റെ സമയത്ത് തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഹെറിറ്റബിൾ ആൻഡ് ഏലിയനബിൾ റൈറ്റ് കിട്ടും. അതാണ് ടെനന്റിന്റെ സിറ്റുവേഷൻ വന്നത്. കുടികിടപ്പുകാർക്കാണെങ്കിലോ 1963 കുടികിടപ്പുകാർക്ക് ഫിക്സിറ്റി ഓഫ് ടെനുവർ കിട്ടുന്ന നിയമമായിട്ട് വന്നു. 57 പ്രപ്പോസ് ചെയ്ത പോലെ തന്നെ 6 രൂപ പെർ ഇയർ എന്ന ലോ റെന്റ് ഇവിടെ നിയമമായിട്ട് തന്നെ നിലവിൽ വന്നു. ഓക്കെ, അപ്പോൾ കുടികിടപ്പുകാർക്ക് എന്ത് കിട്ടി? ഫിക്സിറ്റി ഓഫ് ടെനുവർ കിട്ടി. ടെനൻസിനോ ഹെറിറ്റബിൾ റൈറ്റും കിട്ടി, ഏലിയനബിൾ റൈറ്റും 1963 ആക്ട് വഴി കിട്ടി. ഓക്കെ, ഇനി സീലിംഗ് 12 ഏക്കർ മുതൽ 20 ഏക്കർ വരെ എന്നൊരു സീലിംഗ് വരുന്നത് എവിടെയാണ്? അത് 1963 ലാൻഡ് റിഫോംസ് ആക്ട് ആണ്. സീലിംഗ് പറയുന്നത് സെക്ഷൻ 82 സീലിംഗിനെ പറ്റി പറയുന്ന സെക്ഷൻ 82 ആ സീലിംഗ് എന്ന് പറയുന്നത് എത്രയാണ്? 12 ഏക്കർ മുതൽ 20 ഏക്കർ വരെ. 20 ഏക്കറിലേക്ക് പോകുന്നത് ഒരു സാഹചര്യത്തിലാണ് നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം 5 പേരിൽ കൂടുതലാണെങ്കിലാണ് 20 ഏക്കർ വരെ പോകാൻ പറ്റുന്നത്. അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് 12 ഏക്കറാണ്. ഓക്കെ, ഇനി കോമ്പൻസേഷനും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ലാൻഡ് ഓണേഴ്സിന് കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ട്. ലാൻഡ് ട്രിബ്യൂണലാണ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കോമ്പൻസേഷൻ എമൗണ്ട് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ കോമ്പൻസേഷൻ എമൗണ്ട് കൊടുക്കുന്നത് ആരാണ്? ലാൻഡ് ബോർഡാണ്. ഓക്കെ, കോമ്പൻസേഷൻ ഉണ്ട്. കോമ്പൻസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ടെനൻസിന് കൊടുക്കുന്നുണ്ട്, ലാൻഡ് ഓണേഴ്സിന് കൊടുക്കുന്നുണ്ട്, ഇന്റർമീഡിയറിക്ക് കൊടുക്കുന്നുണ്ട്. ഇനി ആ കോമ്പൻസേഷൻ റോളുകളും കൃത്യമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് പ്രിപ്പയർ ചെയ്യുന്ന ലാൻഡ് ട്രൈബ്യൂണലാണ്. ലാൻഡ് ബോർഡ് അത് ഡിസ്പേഴ്സ് ചെയ്യും കോമ്പൻസേഷൻ. ഇതെല്ലാം 1963 ആക്ടിനകത്താണ് വരുന്നത്. ഓക്കെ, ഇനി ഈ പിടിച്ചെടുക്കുന്ന ലാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്? അത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നൊരു കാര്യം ഓർത്ത് വെക്കുക. ആ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും 50, 25, 25 ഇതൊന്നും ഓർത്തില്ലെങ്കിൽ റീഡിസ്ട്രിബ്യൂഷൻ അക്കോർഡിംഗ് ടു പ്രയോറിറ്റി സെക്ടേഴ്സ് ആണ്. ആരൊക്കെയാണ് പ്രയോറിറ്റി എന്ന് പറയുന്നത്? ലാൻഡ്ലെസ് ആയിട്ടുള്ള ആൾക്കാർ, സ്മോൾ ഹോൾഡേഴ്സ്, കൾട്ടിവേറ്റിംഗ് ഓണിംഗ് ലെസ് ദാൻ 5 ഏക്കേഴ്സ്. അവിടെയും സീലിംഗ് ഉണ്ടെന്ന് ഓർക്കുക. 5 ഏക്കർ വരെയാണ് മാക്സിമം ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന സീലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സിവിൽ കോർട്ടിന്റെ ജൂറിസ്ഡിക്ഷൻ 1963 ആക്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എക്സ്ക്ലൂസീവ് ജൂറിസ്ഡിക്ഷൻ എവിടൊക്കെയാണ്? ലാൻഡ് ട്രൈബ്യൂണലിനും ലാൻഡ് ബോർഡിനുമാണ്. ഓക്കെ, കാരണം എന്താ? ഈ സിവിൽ കോർട്ടിന് ജൂറിസ്ഡിക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ലാൻഡ് ലോഡ്സ് ഇത് എന്ത് ചെയ്യും? ഈ റൈറ്റ് പ്രോപ്പർട്ടി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് ലാൻഡ് ട്രൈബ്യൂണലിന് അപ്പെക്സ് ജൂറിസ്ഡിക്ഷൻ കൊടുത്തു. ഓക്കെ, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ജൂറിസ്ഡിക്ഷൻ കൊടുത്തു. അത് സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ടു എൻഷുർ സ്പീഡി സെറ്റിൽമെന്റ് ഓഫ് അഗ്രേറിയൻ ഡിസ്പ്യൂട്ട് ഇൻ സ്പെഷ്യൽ ഫോറംസ്. ഓക്കെ, സ്പീഡി സെറ്റിൽമെന്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സ്ക്ലൂസീവ് ജൂറിസ്ഡിക്ഷൻ കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് മൊത്തത്തിലുള്ള സ്റ്റേറ്റിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ 1967 ആക്ട് എൻഫോഴ്സ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇംപ്ലിമെന്റ് ആവുന്നില്ല. ഓക്കെ, ഇനി അടുത്തത് 1969 കേരള ലാൻഡ് റിഫോംസ് അമെൻമെന്റ് ആക്ട് ആണ്. ഇത് 1963 ആക്ടിനെ അമെൻഡ് ചെയ്തതാണ്. അങ്ങനെ 1969 അമെൻമെന്റ് ആക്ട് എന്നൊരു രീതിയിൽ അച്യുതമേനോന്റെ സമയത്താണ് ഇത് ആക്ട് ആവുന്നത്. ബില്ല് വരുന്നത് എവിടെയാണ്? EMSന്റെ സമയത്താണ്. അപ്പൊ ഈ ആക്ട് ആര് പാസ്സാക്കിയെന്ന് ചോദിച്ചാൽ അച്യുതമേനോൻ ഗവൺമെന്റ് ആണ് ഈ ആക്ട് നിലവിൽ കൊണ്ടുവരുന്നത്, പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത്. ആക്ട് എന്ന് നിലവിൽ പ്രാബല്യത്തിൽ വന്നു?
1 ജാനുവരി 1970 ഓക്കെ. അപ്പോൾ ഇതാണ് മോസ്റ്റ് കോംപ്രിഹെൻസീവ് ലാൻഡ് റിഫോംസ് ലെജിസ്ലേഷൻ ഇൻ കേരള എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്ത് ചെയ്തു? 1969 ലാൻഡ് റിഫോംസ് ആക്ട് ലാൻഡ് ലോഡിസം മുഴുവൻ അബോളിഷ് ചെയ്ത് കളഞ്ഞു. ലാൻഡ് ലോഡിസം മുഴുവൻ അബോളിഷ് ചെയ്ത് കളഞ്ഞിട്ട് ടെനൻസിന് ഫുൾ ഓണർഷിപ്പ് കൊടുത്തു ലാൻഡിന്. ഓക്കെ, അപ്പോൾ കീ പ്രൊവിഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കീ പ്രൊവിഷൻസ് എന്ന് പറയുന്നത് ലാൻഡ് ലോഡിസം അബോളിഷ് ചെയ്തു, ടെനൻസി അബോളിഷ് ചെയ്തു. ഇനി മുതൽ ടെനൻസി എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കത്തില്ല. അത് റെട്രോസ്പെക്റ്റീവ് ആയിട്ട് 1964 പോയി അന്ന് മുതലുള്ള എല്ലാ ടെനൻസി ലോസും അബോളിഷ് ചെയ്തു. ഓക്കെ, പുതിയ ടെനൻസീസ് എല്ലാം അബോളിഷ് ചെയ്തു. ഇനി ഈ ലാൻഡ് ലോഡിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് അബോളിഷ് ചെയ്തു. ഓക്കെ, എന്ന് വെച്ചിട്ട് ഓണർഷിപ്പ് ലാൻഡ് ആർക്ക് കിട്ടി? ഗവൺമെന്റിന് കിട്ടി. പിന്നീട് അത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നു. അങ്ങനെ ടെനൻസ് ഓണേഴ്സ് ആയി മാറി. അവിടെയാണ് ലാൻഡ് ടു ടില്ലർ എന്നൊരു കൺസെപ്റ്റ് നിലവിൽ വന്നത്. ഇനി 1970 മുതൽ റെന്റ് പേയ്മെന്റും ഇല്ലാതാക്കി. ഓക്കെ, അപ്പോൾ ലാൻഡ് ലോഡിസം അബോളിഷ് ചെയ്തു. ടെനൻസി 1964 മുതൽ ന്യൂ ടെനൻസി അബോളിഷ് ചെയ്തു. ഗവൺമെന്റിന്റെലേക്ക് ലാൻഡ് ഓണർഷിപ്പ് മാറുന്നു. അതുപോലെ തന്നെ റെന്റ് 1970 മുതൽ റെന്റ് പേയ്മെന്റ് എന്നൊരു പ്രൊസീജിയറും അവിടെ നിർത്തുന്നു. പിന്നെ നമുക്ക് റെന്റ് ഹ്യൂജ് ആണോ ഹൈ ആണോ നോക്കേണ്ട കാര്യമൊന്നുമില്ല. റെന്റ് പേയ്മെന്റ് മൊത്തത്തിൽ നിർത്തി. ഓക്കെ, അങ്ങനെ ലാൻഡ് ലോഡിസം പോയി, ടെനൻസി പോയി, റെന്റ് പേയ്മെന്റ് പോയി. ഇനി കുട്ടിക്കിടപ്പുകാർക്ക് എന്ത് അവകാശങ്ങളാണ് കിട്ടിയത്? കുട്ടിക്കിടപ്പുകാർക്ക് ഓൾറെഡി ഫിക്സിറ്റി ഓഫ് ടെനുവർ കിട്ടിയിട്ടുണ്ടായിരുന്നു. 1969 നിയമം വെച്ചിട്ട് അവർക്ക് പർച്ചേസിംഗ് റൈറ്റും കിട്ടി. ഓക്കെ, പർച്ചേസിംഗ് റൈറ്റ് ഹട്ട് മാത്രമല്ല അഡ്ജോയിനിങ് ലാൻഡും കൺസ്ട്രക്ഷനിലെ പ്രൈസസിൽ അവർക്ക് മേടിക്കാൻ പറ്റി. ഓക്കെ, അപ്പൊ ഇവിടെ അവർക്ക് ഹെറിറ്റബിലിറ്റിയും കിട്ടി, പർച്ചേസിംഗ് റൈറ്റും കിട്ടി. ഇനി ഈ പർച്ചേസിംഗ് റൈറ്റ് വഴി ഫുൾ ഏലിയനബിലിറ്റി കിട്ടിയോ എന്ന് ചോദിച്ചാൽ അവർക്ക് ഈ കുടികിടപ്പുകാരുടെ കേസിൽ ഫുൾ ഏലിയനബിലിറ്റി ഇവിടെ കിട്ടിയിട്ടില്ല. ഓക്കെ, ബേസ്ഡ് ഓൺ സർട്ടൺ എന്താണ് ക്ലോസസ് ആണ് ഈ ഏലിയനബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കുടികിടപ്പുകാരുടെ കേസിൽ അവർക്ക് ഓൾറെഡി ഫിക്സിറ്റി ഓഫ് ടെനുവർ ഉണ്ടായിരുന്നു. അവർക്ക് എവിക്ഷനിൽ നിന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കാർബോ ആണ് 1963 ആക്ട് വരെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. 1969 ആക്ട് വന്നപ്പോഴത്തേക്കും അവർക്ക് ഈ ലാൻഡ് പർച്ചേസ് ചെയ്യാനും കൂടെ പറ്റി. അങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ സമയത്ത് അവർക്ക് അപ് ടു എ സർട്ടൺ എക്സ്റ്റെന്റ് അവർക്ക് ഹെറിറ്റബിൾ റൈറ്റും കിട്ടി ഈ കുടികിടപ്പുകാർക്ക്. ഓക്കെ, ടെനൻസ് ആരായിട്ട് മാറി? ഫുൾ ഓണേഴ്സ് ആയിട്ട് മാറി. ഇനി അവർക്ക് ഹെറിറ്റബിലിറ്റി മെയിലിനിറ്റി ഒന്നും നോക്കേണ്ട കാര്യമില്ല. കുടികിടപ്പുകാർ ആരായിട്ട് മാറി? കുടികിടപ്പുകാർക്ക് ഹെറിറ്റബിൾ റൈറ്റ് കിട്ടി, അതുപോലെ തന്നെ ഫിക്സിറ്റി ഓഫ് ഒക്കുപ്പേഷൻ കിട്ടി, അതുപോലെ തന്നെ ലാൻഡ് പർച്ചേസ് ചെയ്യാനുള്ള ക്ലോസും ഉണ്ട്. അങ്ങനെ പർച്ചേസ് ചെയ്ത ലാൻഡിൽ അവർക്ക് ഒരു പരിധി വരെ ഏലിയനബിലിറ്റിയും കിട്ടി. ഓക്കെ, അപ്പം ഇപ്പൊ ടെനൻസിന് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കുക, കുടികിടപ്പുകാർക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ടെന്ന് നോക്കുക. ഓക്കെ, ഇനി ലാൻഡ് സീലിംഗ് ഓക്കെ 20 ഏക്കർ ആക്കി മാറ്റിയത് 1969 ആക്ട് ആണ്. സീലിംഗ് ഫിക്സ്ഡ് അറ്റ് 20 ഏക്കേഴ്സ് ഫോർ എ ഫാമിലി ഓഫ് 5. അപ്പൊ 5 പേര് വരെയുള്ള ഫാമിലിക്ക് 20 ഏക്കർ വരെ ഇപ്പോഴും നമുക്ക് കൈവശം വെക്കാൻ പറ്റും. ഓക്കെ, ഇതിൽ എക്സംഷൻസ് ഏതൊക്കെയാണ്? റബ്ബർ, ടീ, കോഫി പ്ലാന്റേഷൻ, പ്രൈവറ്റ് ഫോറസ്റ്റ്, റിലീജിയസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പം ഇപ്പോഴത്തെ സമയത്ത് പോലും ഈ ലാൻഡ് റിഫോംസിന്റെ എക്സംഷൻ ഉള്ളവരാണ് ഈ പറയുന്നവർ. റബ്ബർ പ്ലാന്റേഷൻസ് ഇപ്പോഴും ഉള്ളത് അതുകൊണ്ടാണ്. ടീ പ്ലാന്റേഷൻസ് ഇപ്പോഴും ഉള്ളത് അതുകൊണ്ടാണ്. കോഫി പ്ലാന്റേഷൻസ് ഇപ്പോഴും ഉള്ളത് അതുകൊണ്ടാണ്. പ്രൈവറ്റ് ഫോറസ്റ്റും റിലീജിയസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉള്ളത് അതുകൊണ്ടാണ്. 20 ഏക്കർ എന്ന ഇപ്പം നമ്മുടെ ഒരു ആവറേജ് ഫാമിലിക്ക് 5 പേരോട് അടങ്ങുന്ന ഒരു ഫാമിലിക്ക് 20 ഏക്കർ വരെ വെക്കുവാനും പറ്റും. ഓക്കെ, ഇനി റീഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് പ്രയോറിറ്റി സെക്ടേഴ്സ് ആണ്. ഓക്കെ, ഇനി 3 സ്കീംസ് ഉണ്ട്. ഈ 3 സ്കീംസ് പ്രധാനമായിട്ട് പഠിച്ചു വെക്കുക. ഒന്നാമത്തേത് ഞാൻ പറഞ്ഞില്ലേ, ഫുൾ ഓണർഷിപ്പ് ടു കൾട്ടിവേറ്റിംഗ് ടെനൻസിന് ഫുൾ ഓണർഷിപ്പും കിട്ടി. ഓക്കെ, അങ്ങനെ കുടികിടപ്പുകാരുടെ കേസിലോ അവർക്ക് ഫിക്സിറ്റി കിട്ടി, ലാൻഡ് പർച്ചേസ് ചെയ്യാനുള്ള അവകാശം കിട്ടി, ഹെറിറ്റബിൾ റൈറ്റും കിട്ടി. ലാൻഡ് പർച്ചേസ് ചെയ്യുന്നതിനകത്തോ ടു എ സർട്ടൺ എക്സ്റ്റെന്റ് ദേ ഗോട്ട് ഏലിയനബിലിറ്റി. ഓക്കെ, ഇനി സീലിംഗ് വെച്ചു, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡും. ഓക്കെ, അങ്ങനെ ടെനൻസിന് ഫുൾ ഓണർഷിപ്പ് കൊടുക്കുക എന്നതും കുടികിടപ്പുകാർക്ക് ഭൂമി മേടിക്കുക എന്നതും സീലിംഗ് വെച്ചിട്ട് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നതുമാണ് 3 സ്കീംസ് അണ്ടർ 1969 ആക്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ആക്ട് കൂടി വന്ന സമയത്ത് നമ്മളുടെ സമൂഹത്തിലെ എല്ലാ ജന്മി ഫ്യൂഡൽ സമ്പ്രദായങ്ങളും ഇല്ലാണ്ടായി. അതുപോലെ തന്നെ ഈ ടെനൻസിനെ സോഷ്യോ എക്കണോമിക് ഡിപ്പെൻഡൻസിൽ നിന്ന്, ലാൻഡ് ലോഡ്സിന്റെ അടുത്ത ആ ഒരു ഡിപ്പെൻഡൻസിൽ നിന്ന് ഇല്ലാണ്ടായി. ഏകദേശം 4 ലക്ഷത്തോളം കുടികിടപ്പുകാരെ ഇത് സഹായിച്ചു. അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഹെറിറ്റബിൾ റൈറ്റ് കിട്ടി, ഫിക്സിറ്റി ഓഫ് ടെനുവർ കിട്ടി, ലാൻഡ് പർച്ചേസ് ചെയ്യാനുള്ള അവകാശം കിട്ടി.
ഓക്കെ, അങ്ങനെയാണ് ഇത് അഗ്രേറിയൻ ഇക്വിറ്റിയും സോഷ്യൽ ജസ്റ്റിസും എല്ലാം ഇവിടെ ലാൻഡ് റിഫോംസ് കൊണ്ടുവന്നു എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, അപ്പൊ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ടെനൻസി എല്ലാം അബോളിഷ് ചെയ്യുന്നുണ്ട്, ലാൻഡ് ലോഡ്സ് അബോളിഷ് ചെയ്യുന്നുണ്ട്, കുടികിടപ്പുകാരെ എംപവർ ചെയ്യുന്നുണ്ട്. ഇനി റിസംഷൻ റൈറ്റുകൾ അബോളിഷ് ചെയ്തു. ലാൻഡ് തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളെല്ലാം ഇല്ലേ? കാരണം ലാൻഡ് ലോഡ്സ് അബോളിഷ് ചെയ്തു പോയപ്പോൾ ഇതും അബോളിഷ് ചെയ്തു പോയി, റെന്റും അബോളിഷ് ചെയ്തു പോയി. ഓക്കെ, അപ്പൊ ലാൻഡ് സീലിംഗ് എവിടെ ആക്കി മാറ്റി? ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ പോലെ തന്നെ 20 ഏക്കർ പെർ ഫാമിലി. നേരത്തെ അത് 12 മുതൽ 20 ഏക്കർ ആയിരുന്നു. അത് ഇപ്പോൾ 20 ഏക്കർ പെർ ഫാമിലി എന്നാക്കി ലാൻഡ് സീലിംഗ് മാറ്റി. സർപ്ലസ് ലാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്? ലാൻഡ്ലെസ് ആയിട്ടുള്ള ലേബേഴ്സിന് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, ഒന്നാമത്തെ നമുക്കറിയാം, ഇപ്പൊ സീലിംഗ് ഇപ്പോഴും ഉണ്ട്. വലിയ വലിയ പ്ലാന്റേഷൻ മുതലാളിമാരുടെ കയ്യിൽ ആയിരക്കണക്കിന് ഏക്കറുകളുണ്ട്. ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കയ്യിലുണ്ട്, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കയ്യിലുണ്ട്. ഓക്കെ, ഇനി ഈ റീഡിസ്ട്രിബ്യൂഷന്റെ ഫേസ് വന്നപ്പോഴത്തേക്കും ആക്ച്വലി നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഉള്ള ഒരു റീഡിസ്ട്രിബ്യൂഷൻ 1969 വലിയായിട്ട് നടന്നിട്ടില്ല. അത് കേരളത്തിൽ നടന്നിട്ടില്ല, ഇന്ത്യയിൽ നടന്നിട്ടില്ല. ഓക്കെ, കാരണം നമ്മുടെ എക്സ്പെക്ടേഷൻ അത്രയും ഒന്നും എത്തിയിട്ടില്ലായിരുന്നു ഈ ഒരു നമ്മുടെ സർപ്ലസ് ലാൻഡ് പിടിച്ചെടുക്കുന്ന കാര്യത്തിൽ. അപ്പൊ അതൊരു ജസ്റ്റ് ഒരു ഹിൻഡ്രൻസ് ആണ്. ഇനി എന്താണ് വെരി സ്മോൾ ഹോൾഡിങ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിനെ ക്രിയേറ്റ് ചെയ്തു. അവർക്ക് എന്താണ് ഒരു ഏക്കറിൽ താഴെയുള്ള ചെറിയ ചെറിയ പ്ലോട്ടുകൾ മാത്രമേ അവർക്ക് കിട്ടിയുള്ളൂ. ഓക്കെ, അവർക്ക് ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഫാമിങ്ങിനൊന്നുമുള്ള സ്ഥലം ഈ വെരി സ്മോൾ ഹോൾഡിങ്സിൽ കിട്ടിയില്ല. മാക്സിമം സീലിംഗ് 5 ഏക്കർ ആയിരുന്നു, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് ഏക്കറിൽ താഴെയുള്ള ചെറിയ ചെറിയ ഭൂമികളൊക്കെ കിട്ടിയുള്ളൂ ആ സമയത്ത്. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട കാര്യം, അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി സ്റ്റിൽ സ്റ്റാഗ്നേറ്റഡ് ആയി പോയി. കാരണം ഗ്രീൻ റവല്യൂഷൻ ഒന്നും ഇവിടെ വലിയ രീതിയിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് പറ്റിയില്ല. ഓക്കെ, ആ സമയത്തൊക്കെയാണ് ഗ്രീൻ റവല്യൂഷൻ ഉണ്ടായിരുന്നു, പാരലലി റൺ ചെയ്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. പക്ഷെ പഞ്ചാബിലെയോ ഹരിയാനയിലെയോ പോലെ ലാൻഡ് റിഫോംസ് ഇവിടെ വലിയ രീതിയിലുള്ള സക്സസ് ആക്കി എടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല, മോഡേണൈസേഷനിലേക്ക് വന്നില്ല. നമുക്കറിയാം മറ്റ് സ്റ്റേറ്റുകൾ മോഡേണൈസേഷനിലേക്ക് പോയ സമയത്തൊക്കെ കേരളത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, മോഡേണൈസേഷൻ ലാക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ വീണ്ടും ട്രഡീഷണൽ ആയിട്ടുള്ള ക്രോപ്പുകളെ മാത്രം നമ്മൾ ആശ്രയിച്ച് നിന്നു. ഓക്കെ, ഇനി ഓക്കെ അല്ലേ ലാൻഡ് റിഫോംസ്? അപ്പോൾ ലാൻഡ് റിഫോംസിന്റെ മുഴുവൻ വഴിയിൽ കൂടി നമ്മൾ പോയി. കേരള ലാൻഡ് റിഫോംസ് എന്ന് പറയുന്ന ഫുൾ കോൺസെപ്റ്റിൽ കൂടെ നമ്മൾ പോയി. പിന്നെ ലാൻഡ് റിഫോംസ്, ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഈ ഒരു രണ്ട് കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് ഒരു 3 മുതൽ 4 മാർക്ക് വരെ നേടിത്തരുന്ന ഒരു 2 കാര്യങ്ങളാണ് ലാൻഡ് റിഫോംസ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. കേരള സ്റ്റേറ്റ് സിൻസ് ഫോർമേഷൻ എന്ന് പറയുന്ന ക്ലാസ്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്നും കേട്ട് ഒരു 1-2 മാർക്കോളം. ഇതൊക്കെ പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് ആണ്. ഓക്കെ, പിന്നെ ബജറ്റിനകത്തുനിന്ന് 1 മാർക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെയുള്ള എന്താണ്, ഈ ഡീസെൻട്രലൈസേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, ഒരു 2 മിനിറ്റ് ബ്രേക്ക് വേണോ ഡീസെൻട്രലൈസേഷൻ തുടങ്ങുന്നതിന് മുന്നേ? ഓക്കെ, ഇപ്പൊ ഒരു 11:34 35 36 37 വാ. ഓക്കെ, 11:37 നമുക്ക് വേണ്ട, ഫ്ലോയിൽ അങ്ങ് പോവോ? ഓക്കെ, ഓക്കെ ആണ്. ശരി, അപ്പോൾ ഇപ്പൊ ലാൻഡ് റിഫോംസ് അവിടെ മാറ്റി വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡീസെൻട്രലൈസേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഒന്നുമില്ല, താഴെ തട്ടിലുള്ള ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെയാണ് ഇവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ലോക്കൽ സെൽഫ് ഗവൺമെന്റിലേക്ക് ഫണ്ട് ഡെലിഗേറ്റ് ചെയ്ത് അവരെ ഒന്ന് കരുത്താക്കി എടുക്കുക. നമുക്കറിയാം നമ്മുടെ അമെൻമെന്റ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. നമ്മുടെ ലാൻഡ് റിഫോംസിന്റെ കേസിൽ ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരമാണ് നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഒക്കെ ഒന്ന് സ്ട്രെങ്തൻ ആയിട്ട് വന്നത്? പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി 1992 സമയത്തൊക്കെ ഏത് അമെൻമെന്റ് വഴിയൊക്കെയാണ് അത് എന്താണ് സ്ട്രെങ്തൻ ആയത്? 1992 73rd ആൻഡ് 74th അമെൻമെന്റ് വഴി ഇവിടെ സ്ട്രെങ്തൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ലാൻഡ് റിഫോംസ് പഠിച്ച സമയത്ത് നമ്മൾ എന്ത് കണ്ടതാണ്? ഇവിടെ ഇന്ത്യ ഒരു മോഡൽ ലെജിസ്ലേഷൻ കൊണ്ടുവന്നതും ആ മോഡൽ ലെജിസ്ലേഷൻ നമ്മളുടെ കേരളത്തിൽ അവര് ഇംപ്ലിമെന്റ് ആക്കിയതും നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ 73rd 74th അമെൻമെന്റിന്റെ ഒക്കെ സമയത്ത് നമ്മുടെ ഇവിടെ കേരള എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇവിടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയൊക്കെ ബന്ധപ്പെട്ട് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിലെ പ്രൊവിഷൻസ് നമ്മൾ ഇവിടെ ഏറ്റെടുത്ത് പഞ്ചായത്തിനെ മുനിസിപ്പാലിറ്റിനെ എല്ലാം നമ്മൾ സ്ട്രെങ്തൻ ചെയ്യണമല്ലോ. ഓക്കെ, അവിടെയും ലാൻഡ് റിഫോംസിന്റെ കേസിലും കേരളം ആദ്യത്തെ സംസ്ഥാനമായിരുന്നു ഇംപ്ലിമെന്റ് ചെയ്തത്. ഇവിടെയും കേരളം ആദ്യത്തെ സംസ്ഥാനമാണ് സക്സസ്ഫുൾ ഇംപ്ലിമെന്റേഷൻ ഓഫ്
ഡീസെൻട്രലൈസേഷൻ പോളിസീസ് എന്ന് പറയുന്നത്. കാരണം ഇതിനകത്ത് വരുന്ന ഒരു സാധനമാണ് പീപ്പിൾസ് പ്ലാൻ എന്ന് പറയുന്നത്, പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ. ഓക്കെ, അപ്പോൾ അന്ന് നമ്മുടെ 9ാമത്തെ 5 ഇയർ പ്ലാൻ, ഓക്കെ, അന്ന് നമ്മുടെ 9ാമത്തെ 5 ഇയർ പ്ലാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 9ാമത്തെ 5 ഇയർ പ്ലാൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ, അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് വരാറുണ്ടല്ലേ പീപ്പിൾസ് പ്ലാൻ ഏത് 5 ഇയർ പ്ലാൻ ആണ് എന്നുള്ളൊരു കാര്യമൊക്കെ. അപ്പൊ എന്താണ് ആക്ച്വലി ഈ പീപ്പിൾസ് പ്ലാൻ എന്ന് പറയുന്നത്? ഓക്കെ, അപ്പൊ അന്ന് വരെ ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ് മോസ്റ്റ്ലി ഫോളോ ചെയ്തത്. ഓക്കെ, ഈ പീപ്പിൾസ് പ്ലാൻ എന്ന് പറയുന്നത് ഒരു ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്. ഓക്കെ, ആരാണ് ഇവിടെ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? ജനങ്ങളാണ് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു പവർ. കാരണം ഇവിടെ എന്താണ്, പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയ എന്നാണ് പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ പറഞ്ഞത്. പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ. ഈ ടോപ്പ് ഡൗൺ അപ്രോച്ചും ബോട്ടം അപ്പ് മോഡലും നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയാണത്? നീതി ആയോഗില് അല്ലെ? നീതി ആയോഗ് ഒക്കെ അത് ഇംപ്ലിമെന്റ് ചെയ്തു വന്നപ്പോൾ 2014 അപ്പൊ നമ്മൾ ഇവിടെ ഈ ബോട്ടം അപ്പ് അപ്രോച്ച് ആക്ച്വലി നമ്മൾ എപ്പോഴും സ്വീകരിച്ചു കഴിഞ്ഞു. പീപ്പിൾസ് പ്ലാൻ 1996 തന്നെ നമ്മൾ ഇവിടെ സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ പീപ്പിൾസ് പ്ലാൻ ഇനാഗുറേറ്റ് ചെയ്തത് 9th 5 ഇയർ പ്ലാന്റെ കീഴിൽ 17 ഓഗസ്റ്റ് 1996 എന്ന് ഓർക്കുക. ഓഗസ്റ്റ് 17 1996 നമ്മൾ പീപ്പിൾസ് പ്ലാൻ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് പീപ്പിൾസ് പ്ലാൻ എന്ന് പറയുന്നത്? ഓക്കെ, ടു ഡീസെൻട്രലൈസ്ഡ് പവർ ആൻഡ് എൻഷുർ പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഡെവലപ്മെന്റ് പ്ലാനിങ്. ഓക്കെ, ഒന്നുമില്ല, നമ്മളുടെ സംസ്ഥാനത്തിന്റെ പ്ലാനിങ് പ്രോസസ്സിനകത്ത് ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കുക. അതിനെയാണ് ഈ പീപ്പിൾസ് പ്ലാൻ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം എന്ത് ചെയ്യുന്നുണ്ട്? ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ ഇന്ത്യയിൽ തുടങ്ങിയായിരുന്നു. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് 73rd അമെൻമെന്റും 74th അമെൻമെന്റും എല്ലാം വന്നത്. ഓക്കെ, ഇവിടെ ആക്ച്വലി പീപ്പിൾസ് പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഘടന വേണമല്ലോ. അപ്പൊ ആ കമ്മിറ്റിക്കകത്തെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്, അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഹെഡ് ചെയ്തത് അന്നത്തെ CM ആയിട്ടുള്ള EK നായനാരാണ്. EK നായനാർ. ഓക്കെ, ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കകത്താണ് പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവ് വിങ്ങിലെ IAS ഉദ്യോഗസ്ഥരടക്കമുള്ള ആൾക്കാർ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഹെഡ് ചെയ്തത് EK നായനാരാണ്. എന്നാൽ 400ഓളം ആളുകൾ അടങ്ങുന്ന അഡ്വൈസറി കമ്മിറ്റിനെ ഹെഡ് ചെയ്തത് EMS നമ്പൂതിരിപ്പാടാണ് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ അഡ്വൈസറി കമ്മിറ്റിനെ ഹെഡ് ചെയ്ത്, കാരണം അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ എന്താണ് ഒരു പവർ ബ്ലോക്ക് ആണല്ലോ EMS എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റിൽ ഹീസ് നോട്ട് എ ചീഫ് മിനിസ്റ്റർ, ബട്ട് അഡ്വൈസറി കമ്മിറ്റിയുടെ കാരണം ഇദ്ദേഹമാണ് ലാൻഡ് റിഫോംസ് ഇംപ്ലിമെന്റ് ആക്കി സക്സസ് ആക്കിയത്. ഓക്കെ, അപ്പൊ ഏറ്റവും ഫസ്റ്റിലെ തന്നെ അപ്പൊ ഇദ്ദേഹത്തിന്റെ ആ ഒരു പ്രൊഫഷൻസി ഇവിടെ വേണമല്ലോ. കാരണം അഡ്വൈസറി കമ്മിറ്റിയിൽ അതുകൊണ്ടാണ് ഇദ്ദേഹം ഹെഡ് ചെയ്തത്. ചീഫ് മിനിസ്റ്റർ ആയിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഹെഡ് ചെയ്തു. ഓക്കെ, അപ്പൊ അഡ്വൈസറി കമ്മിറ്റി എഴുതുന്ന സമയത്ത് ഹെഡ് ആരാണ്? EMS ആണ്. എന്നാൽ അഡ്വൈസറി കമ്മിറ്റിക്കകത്ത് ചീഫ് മിനിസ്റ്റർ അടങ്ങുന്ന 400ഓളം അംഗങ്ങളും ഉണ്ട്. ഓക്കെ, EK നായനാർ അടങ്ങുന്ന 400ഓളം അംഗങ്ങളും ഉണ്ട്. അതിനകത്ത് പൊളിറ്റിക്കൽ ഒരു ടീമാണ് ഈ അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയുന്നത്. ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഉണ്ട്, ഫോമർ ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, തോമസ് ഐസക് അടക്കമുള്ള ആളുകൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ ഇതിനകത്ത് ഇവരെല്ലാം ഈ അഡ്വൈസറി കമ്മിറ്റിക്കകത്ത് ഉണ്ട്. ഓക്കെ, എക്സിക്യൂട്ടീവ് വിങ് ആയിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്, ചീഫ് മിനിസ്റ്റർ നേതൃത്വം കൊടുക്കുന്നത്. ഓക്കെ, അതിനകത്താണ് എന്ത് വരുന്നത്? ഈ പ്ലാനിംഗ് ബോർഡ് പോലെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തെ കാര്യങ്ങൾ. ഇപ്പൊ പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് CM ആണെന്ന് നമുക്കറിയാം. ഇനി ഓപ്പറേഷണൽ ഹെഡ് ആരാണ്? വൈസ് ചെയർമാൻ ആയിട്ടുള്ള പ്രൊഫസർ IS ഗുലാത്തിയാണ് ഇതിനെ ലീഡ് ചെയ്തത്. ഓക്കെ, സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ആ സമയത്ത്. ഓക്കെ, പിന്നീട് എന്താണ്? റിസർച്ച് സ്കോളേഴ്സും അതുപോലെ പ്രധാനപ്പെട്ട എക്സ്പേർട്ടുകളും എല്ലാം വരുന്ന ഒരു വോളണ്ടറി ടെക്നിക്കൽ കോർപ്സും ഉണ്ട്. അപ്പൊ ഇത്ര ഓർത്താൽ മതി. അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. അഡ്വൈസറി കമ്മിറ്റിക്കകത്താണ് 400ഓളം ആളുകൾ അടങ്ങുന്ന എല്ലാ പൊളിറ്റിക്കൽ ടീമും ഉള്ളത്. അതിനെ ഹെഡ് ചെയ്തത് EMS ആണ്. അതിനകത്ത് CM ഉണ്ടെന്ന് ഓർക്കുക അഡ്വൈസറി കമ്മിറ്റിക്കകത്ത്. തിരിച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ലീഡ് ചെയ്യുന്ന ആരാണ്? CM ആണ്, EK നായനാർ. സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ ഓപ്പറേഷൻ ഹെഡ് ആരാണ് ആ സമയത്തെ? സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ വൈസ് ചെയർമാൻ ആയിട്ടുള്ള പ്രൊഫസർ IS ഗുലാത്തിയാണ്. ഇംപ്ലിമെന്റേഷനും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്. ഓക്കെ, പിന്നെ റിസർച്ച് സ്കോളേഴ്സും വളരെ എക്സ്പെർട്ട് ടീമും അടങ്ങുന്ന വോളണ്ടറി ടെക്നിക്കൽ കോർപ്സും ഉണ്ട്. അങ്ങനെ ആ സമയത്ത്
എത്രത്തോളം ഫണ്ടാണ് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്? 30% മുതൽ 40%. നമ്മളുടെ സംസ്ഥാനത്തിന്റെ സ്റ്റേറ്റ് പ്ലാൻഡ് ഫണ്ടിൽ നിന്ന് 30% മുതൽ 40% വരെ ഫണ്ട് ലോക്കൽ സെൽഫ് ഗവൺമെന്റിലേക്ക് ഡീസെൻട്രലൈസ് ചെയ്ത് അതുവഴി ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ എംപവർ ചെയ്യുക. പീപ്പിൾസ് പ്ലാൻ എന്നൊരു കൺസെപ്റ്റ് ഇവിടെ കൊണ്ടുവരിക. ഓക്കെ, അങ്ങനെ 30% മുതൽ 40% വരെയാണ് സ്റ്റേറ്റ് പ്ലാൻ ഫണ്ട് അലോക്കേറ്റ് ചെയ്യാനുള്ള തീരുമാനം ഇവിടെ കൊണ്ടുവന്നത്. ഓക്കെ, ഇനി അതിനകത്ത് ലോക്കൽ ഡെവലപ്മെന്റ് പ്ലാൻ ഉണ്ടായിരുന്നു. ലോക്കൽ ഡെവലപ്മെന്റ് പ്ലാൻ, ഓക്കെ, ഇതൊരു മാൻഡേറ്ററി പ്ലാൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഈ പ്ലാൻ എത്രത്തോളമാണ്? 30% മുതൽ 40% വരെ സ്റ്റേറ്റ് പ്ലാൻ ആണ് അലോക്കേറ്റ് ചെയ്യാൻ തീരുമാനിച്ചതെന്ന് ഓർക്കുക. ഓക്കെ, ഈ അലോക്കൻസ് എല്ലാം ഒരു സെപ്പറേറ്റ് ഡോക്യുമെന്റ് ആയിട്ട് തന്നെ ഈ ഒരു ബജറ്റിന്റെ കൂടെ പ്രസന്റ് ചെയ്യാനായിരുന്നു അന്നത്തെ തീരുമാനം എന്ന് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് നോക്കിയപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഏതൊക്കെ പ്രൊജക്റ്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഗ്രാമസഭ, ഓക്കെ, പില്ലർ ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന ഗ്രാമസഭകൾ കൃത്യമായിട്ട് കൂടി എന്തൊക്കെ കാര്യങ്ങളാണ് ജനങ്ങൾക്ക് വേണ്ടത്. ഇവിടെയാണ് പീപ്പിൾസ് പ്ലാനിന്റെ ക്രക്സ് എന്നിരിക്കുന്നത്. ഗ്രാമസഭ കൂടണം, ജനങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് തീരുമാനിക്കണം. ആ വേണ്ട കാര്യങ്ങളെ ഐഡന്റിഫൈ ചെയ്ത് ഡോക്യുമെന്റഡ് ആക്കി അത് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? വർക്കിംഗ് ഗ്രൂപ്പുകളുടെ ഇടയിൽ അത് ചർച്ച ചെയ്ത് തീരുമാനിച്ച് ഒരു പ്രൊജക്റ്റ് ആക്കി മാറ്റി പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? ഫൈനൽ ഡിസിഷനും അപ്രൂവലും എല്ലാം കിട്ടി കാര്യങ്ങൾ പിന്നീട് മുകളിലോട്ടാണ് പോകുന്നത്. ബോട്ടം അപ്പ് അപ്രോച്ചാണ് പോകുന്നത്. ബ്ലോക്കിൽ നിന്ന് ഡിസ്ട്രിക്ട് പഞ്ചായത്തിലോട്ടും പിന്നെ സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയിലോട്ടും ഒക്കെ പോകുന്നത്. ഓക്കെ, അപ്പൊ ഗ്രാമസഭ എന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തുടങ്ങി അവിടെ നിന്ന് ജനങ്ങൾ പ്രപ്പോസ് ചെയ്യുന്ന ഡെവലപ്മെന്റ് പ്ലാനുകൾ ചർച്ച ചെയ്ത് പേപ്പറാക്കി വർക്കിംഗ് ഗ്രൂപ്പുകൾക്കിടയിൽ ചർച്ച ചെയ്ത് ഫൈനലൈസ് ആക്കി ബ്ലോക്ക് പഞ്ചായത്തിലോട്ടും ജില്ലാ പഞ്ചായത്തിലോട്ടും സ്റ്റേറ്റ് കമ്മിറ്റിയിലോട്ടും എക്സ്പെർട്ട് കമ്മിറ്റിയിലോട്ടും പോകുന്നു. ഇതിനെയാണ് ഈ ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ പീപ്പിൾസ് പ്ലാനിന്റെ മെത്തഡോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഒരു ഈ ട്രെയിനിങ് കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാംസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, റിസോഴ്സ് പേഴ്സൺസിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഈ വോളണ്ടിയേഴ്സും എക്സ്പേർട്ടും എല്ലാം ഉണ്ടായിരുന്നു. വോളണ്ടറി ടെക്നിക്കൽ കോപ്സ് ഇല്ലേ, ഇവര് ശമ്പളം ഒന്നും പ്രതീക്ഷിക്കാതെ ആണ് റിസർച്ചേഴ്സും എക്സ്പേർട്ടുകളും എല്ലാം ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അച്ചീവ്മെന്റ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് പീപ്പിൾസ് പ്ലാനിങ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതാണ് നമ്മുടെ കേരളത്തിലാണ് ആദ്യമായിട്ട് ഫസ്റ്റ് മേജർ എക്സ്പെരിമെന്റ് ഓഫ് പാർട്ടിസിപ്പേറ്ററി ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ഇൻ ഇന്ത്യ. ഓക്കെ, കേരളമാണ് ആദ്യമായിട്ട് ഇത് പീപ്പിൾസ് പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തതെന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ എൻഷുർഡ് പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഇൻ ഓൾ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് പ്ലാനിങ്. എല്ലാ സ്റ്റേജസിലും പീപ്പിൾസിന്റെ പാർട്ടിസിപ്പേഷൻ ഇവർ ഉറപ്പാക്കി. അതാണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. പീപ്പിൾസിന്റെ പാർട്ടിസിപ്പേഷൻ എല്ലാ ഡെവലപ്മെന്റ് പ്ലാനിങ് സ്റ്റേജുകളിലും ഉറപ്പാക്കി. ഓക്കെ, ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റി എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ, റിസർച്ച് സ്കോളേഴ്സ്, ഇവരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? മറ്റുള്ള ഘടകങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ആ ട്രെയിനിങ് വഴി ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റിനെ സ്ട്രെങ്തൻ ചെയ്തു. ഓക്കെ, അങ്ങനെ കേരളത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ നടപ്പാവുന്നുണ്ട്. ഓക്കെ, പിന്നീട് ഇത് നാഷണൽ ഡിബേറ്റുകളിലും കാര്യങ്ങളിലും എല്ലാം പിന്നീട് ഇതൊരു മറ്റൊരു മോഡലായി തന്നെ അവതരിപ്പിക്കപ്പെട്ടു. അതാണ് പിന്നീട് നാഷണൽ ലെവലിലേക്ക് ഈ ഒരു കൺസെപ്റ്റ് പോകാനുള്ള കാരണം നമ്മളാണ് ആദ്യം ഇത് അഡോപ്റ്റ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്ത് കൃത്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കി സക്സസ് ആക്കി കാണിച്ചു. പീപ്പിൾസ് പ്ലാൻ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 30 മുതൽ 40% വരെ ഫണ്ട് നമ്മൾ ഡീസെൻട്രലൈസ് ചെയ്ത് ഇപ്പോഴും നമുക്ക് ആക്ച്വലി എന്താണ് ഈ ഒരു റേഞ്ചിൽ ഇപ്പോഴും നമ്മൾ ഫണ്ട് ഡിവോൾവ് ചെയ്ത് പോകുന്നുണ്ട്. അതിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ആക്ച്വലി പീപ്പിൾസ് പ്ലാൻ എന്ന് പറയുന്നത്. പീപ്പിൾസ് പ്ലാനിന്റെ വർഷം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഇൻ കേസ് ഒരു മാർക്കിന് വല്ലതും വന്നാലും വർഷം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. എത്ര പേരടങ്ങുന്നു, അഡ്വൈസറി കമ്മിറ്റിയിൽ ആരൊക്കെയാണ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ആരൊക്കെയാണ്, ഇനി ഫിനാൻസ് എത്രത്തോളം ഡീസെൻട്രലൈസ് ചെയ്ത് കൊടുക്കാനാണ് തീരുമാനിച്ചത്, ഇനി എന്താണ് അതിന്റെ ബോട്ടം അപ്പ് അപ്രോച്ച് മോഡൽ എന്ന് പറയുന്നത് എന്താണെന്നും അച്ചീവ്മെന്റ് ആൻഡ് സിഗ്നിഫിക്കൻസ് കേരളം ഫസ്റ്റ് ആണെന്നും കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ ആണല്ലോ? പീപ്പിൾസ് പ്ലാൻ ഇത്രയേ ഉള്ളൂ. പീപ്പിൾസ് പ്ലാൻ എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോ പീപ്പിൾസ് പ്ലാൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴും ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാലും എന്ത് ചെയ്യുന്നുണ്ട്? ഫണ്ട്, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ബജറ്റ് ഫണ്ട് കൃത്യമായിട്ട് ലോക്കൽ ഗവൺമെന്റിന് കൊടുക്കണമല്ലോ. ഇപ്പൊ ഇത് ഒന്ന് നോക്കി പോവാ. ഇതിനകത്ത് ഈ 4 കാര്യങ്ങൾ അത് അവരുടെ സൈറ്റിൽ നിന്ന് എടുത്തതാണ്. ഇത് കണ്ടില്ലേ? സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിവോൾസ് ഫണ്ട് ടു ദി ലോക്കൽ ഗവൺമെന്റ്സ് ആസ്
ഈ 4 പ്രധാനപ്പെട്ട ഇനങ്ങളിലാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് സംസ്ഥാന ബജറ്റിന്റെ വിഹിതം പോകുന്നത്. ഒന്നാമത്തെ എന്താണ്? ഡെവലപ്മെന്റ് ഗ്രാൻഡ് ആയിട്ടാണ് പോകുന്നത്. രണ്ടാമത്തേത് ജനറൽ പർപ്പസ് ഗ്രാൻഡ്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടുണ്ട്. മൂന്നാമത്തേത് മെയിൻ്റനൻസിനുള്ളത്. റോഡ് മെയിൻ്റനൻസും ഉണ്ട്, നോൺ റോഡ് മെയിൻ്റനൻസും ഉണ്ട്. അപ്പം ഈ 4 ക്രൈറ്റീരിയ പ്രകാരമാണ് നമ്മളുടെ ബജറ്റിന്റെ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്. ഓക്കെ, അപ്പൊ ഈ 4 ഡിവിഷൻസ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇതിനകത്ത് കേരളത്തിന്റെ ഫോർമുല എന്ന് പറയുന്നത് നോക്കി. ഒന്നാമത്തെ എന്താണ്? ജനറൽ പർപ്പസ് ഫണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ സംസ്ഥാനത്തിന്റെ ബജറ്റിന്റെ 28% പോകുന്നത് ഈ ഡെവലപ്മെന്റ് ഫണ്ടിലേക്കാണ്. ഏറ്റവും കൂടുതൽ ഫണ്ട് പോകുന്നത് എങ്ങോട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 28% പോകുന്നത് ഡെവലപ്മെന്റ് ഫണ്ടിലേക്കാണ്. ഏറ്റവും കൂടുതൽ ഫണ്ട് പോകുന്നത് ഡെവലപ്മെന്റ് ഫണ്ടിലേക്കാണ് നോക്കുക. അതായത് പുതിയതായിട്ട് വരുന്ന റോഡുകൾ, പുതിയതായിട്ട് വരുന്ന ഹോസ്പിറ്റൽസ്, എല്ലാ തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പുകൾ, സ്കൂളുകൾ, എന്താണ് പോർട്ട്, അങ്ങനെ മുഴുവൻ കാര്യങ്ങളും വരുന്നത് എങ്ങോട്ടാണ്? ഡെവലപ്മെന്റ് ഫണ്ടിലേക്കാണ് പോകുന്നത്. ഇപ്പോഴത്തെ എത്രയാണ്? 2024-25 ബജറ്റ്, 2024-25 റീവൈസർ 28% പോകുന്നുണ്ട് ഡെവലപ്മെന്റ് ഫണ്ടിലേക്ക്. രണ്ടാമത് എന്താണ്? മെയിൻ്റനൻസ് ഫണ്ടിലേക്കാണ്. 6.5% മെയിൻ്റനൻസ് ഫണ്ടിലേക്ക് നമുക്ക് പൈസ പോകുന്നുണ്ട്. മെയിൻ്റനൻസ് ഫണ്ട് ഇത് റോഡിന്റെ മെയിൻ്റനൻസും ആവാം, നോൺ റോഡ് അസറ്റുകളുടെ മെയിൻ്റനൻസും ആവാം. ഇപ്പോൾ ഒരു പുതിയ സ്കൂൾ ഇവിടെ പണിയുവാണെങ്കിൽ അത് ഡെവലപ്മെന്റ് ഫണ്ടാണ്. ആ സ്കൂളിനെ റിനോവേറ്റ് ചെയ്യുകയോ മോഡിഫൈ ചെയ്യുകയോ ചെയ്യുകയാണ്, മെയിൻ്റെനൻസിന്റെ ചിലവാണ് കൊടുക്കുന്നതെങ്കിൽ അത് മെയിൻ്റനൻസ് ഫണ്ടിനകത്താണ് വരുന്നത്. അപ്പൊ ആദ്യം പുതിയതായിട്ട് പണിയുന്ന സാധനങ്ങളാണ്, അതിനാണ് ഒന്നാമത്തെ പൊസിഷൻ ഉള്ളത്, 28%. രണ്ടാമത് ഇത് മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള ചിലവാണ്, റോഡോ നോൺ റോഡോ ആയിക്കോട്ടെ. പുതിയ റോഡ് വരുവാണെങ്കിൽ അത് ഡെവലപ്മെന്റ് ഫണ്ട്, റോഡ് മെയിൻ്റനൻസിന്റെ ഫണ്ട് ആണെങ്കിൽ അത് മെയിൻ്റനൻസ് ഫണ്ടാണ്. അത് രണ്ടാമത്തെ കാറ്റഗറി. മൂന്നാമത്തെ എന്താണ്? ജനറൽ പർപ്പസ് ഫണ്ട്. ഓക്കെ, ജനറൽ പർപ്പസ് ഫണ്ട് ബേസിക് ആയിട്ടുള്ള സിവിക് ഫങ്ഷൻസ്, വാട്ടർ, അതുപോലത്തെ കാര്യങ്ങളെല്ലാം മീറ്റ് ചെയ്യുന്നത് ജനറൽ പർപ്പസ് ഫണ്ടിൽ നിന്നാണ്. ഇത് 4%. 4%. അപ്പൊ ഇതാണ് ഇതിന്റെ ക്രോണോളജി എന്ന് പറയുന്നത്. 28, 6.5, 4. ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ് ഫണ്ട് പോകുന്നത് എങ്ങോട്ടാണ്? ഡെവലപ്മെന്റ് ഫണ്ടിലേക്കാണ്. ഇനി രണ്ടാമത്തെ കാറ്റഗറി മെയിൻ്റനൻസ് ഫണ്ട്. ഇത് റോഡും ഉണ്ട്, നോൺ റോഡും ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ഇത്രയും കാറ്റഗറിയിലാണ്. ഇത് ആരാ നടത്തുന്നത്? ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കാണ് ഈ ഫണ്ട് ഡീസെൻട്രലൈസ് ചെയ്ത് പോകുന്നത്. അപ്പൊ അവർ ഇതിന്റെ മേൽനോട്ടങ്ങൾ നോക്കി ഡെവലപ്മെന്റ് കാര്യങ്ങളെല്ലാം അവര് ചെയ്തോളും. ഓക്കെ, അപ്പൊ ഇതാണ് അൺടൈഡ് ഫണ്ടിന്റെ യൂസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? പീപ്പിൾസ് പ്ലാന് ആ ഒരു ഡീസെൻട്രലൈസ് ചെയ്ത് പോകുന്ന രീതിയാണിത്, ഡെവലപ്മെന്റ് ഫണ്ടിലേക്കും ജനറൽ പർപ്പസ് ഫണ്ടിലേക്കും. അതാണ് ഇത് പറയുന്നത് 4 ഫണ്ടിന് പകരം ഗ്രാൻഡ് നിട്ടുന്നേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ള ചെറിയൊരു കാര്യം എന്ന് പറയുന്നത് ഫിനാൻസ് കമ്മീഷനാണ്. ആക്ച്വലി ഇന്ത്യൻ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്, പക്ഷേ സ്റ്റിൽ ഒന്ന് നോക്കിയത്. ഓക്കെ, റവന്യൂ ഷെയറിംഗ് ഫോർമുലാസ് ആണ്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ എൻ കെ സിംഗിന്റെ നേതൃത്വത്തിലുള്ള 15ാമത്തെ ഫിനാൻസ് കമ്മീഷനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫിനാൻസ് ആ ഒരു തൊട്ട് മുമ്പേ എന്താണ് 14th ഫിനാൻസ് കമ്മീഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഫിനാൻസ് കമ്മീഷൻസ് നമുക്കറിയാം എന്താണ് ഇവരുടെ റോള് എന്ന് പറയുന്നത്. ഫിനാൻസ് കമ്മീഷന്റെ റോള് ടു അഡ്വൈസ് ദ ഗവൺമെന്റ് റിഗാർഡിംഗ് റവന്യൂ ഷെയറിംഗ് ഫോർമുല. അപ്പം സെൻട്രൽ ഗവൺമെന്റിന് കിട്ടുന്ന മൊത്തം വരുമാനത്തിന്റെ എത്ര ശതമാനം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണമെന്നും ഈ കൊടുത്ത തുക ഏതൊക്കെ രീതിയിലാണ് സംസ്ഥാനങ്ങൾക്ക് ഡിവൈഡ് ചെയ്യേണ്ടതെന്നുമാണ് ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ റെക്കമെൻഡേഷൻ എന്താ പറയുന്നത്? സെൻട്രൽ ഗവൺമെന്റിന് എത്രത്തോളം രൂപ മൊത്തം കിട്ടിയതിനകത്തുനിന്ന് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം. ഓക്കെ, ടു സ്റ്റേറ്റ്സ് എത്ര ശതമാനം കൊടുക്കണം എന്നതാണ് ഒന്നാമത്തെ റെക്കമെൻഡേഷൻ. രണ്ടാമത്തെ എന്താണ്? ഇപ്പോൾ ഒരു 100 രൂപ കിട്ടി, 40 രൂപ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. ആ 40 രൂപ കൊടുക്കുന്നത് ഏതൊക്കെ രീതിയിലായിരിക്കണം എന്ന് വേണ്ടേ? അല്ലാതെ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യമായിട്ട് വീതിച്ചാൽ പോരല്ലോ. ഏതെങ്കിലുമൊക്കെ ക്രൈറ്റീരിയ വെച്ചിട്ട് വേണമല്ലോ സംസ്ഥാനങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ. അതാണ് രണ്ടാമത്തേത്. എന്ന് വെച്ചാൽ ആ ക്രൈറ്റീരിയ പറയുന്നതാണ് രണ്ടാമത്തെ. പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിലോ ടാക്സ് എഫർട്ടിന്റെ അടിസ്ഥാനത്തിലോ എല്ലാം. അപ്പോൾ ഒന്നാമത്തേത് മൊത്തം കിട്ടുന്ന തുകയിൽ നിന്ന് എത്ര രൂപ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം എന്ന് പറയുന്നതാണ്
വെർട്ടിക്കൽ ഡെവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വെർട്ടിക്കൽ ഡെവല്യൂഷൻ. ഇനി ഈ കൊടുത്ത തുക ഏതൊക്കെ രീതിയിലാണ് ക്രൈറ്റീരിയ പറയുന്നത് ഏതാണ്? അത് ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ. ഓക്കെ, ഇപ്പൊ വെർട്ടിക്കൽ ഡെവല്യൂഷൻ, ഹൊറിസോണ്ടൽ ഡെവല്യൂഷനും. ഇനി ഇതിനകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ ആണ്. ഓക്കെ, അപ്പോൾ 14ാമത്തെ ഫിനാൻസ് കമ്മീഷന്റെ കാര്യത്തിൽ ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ നടത്തിയ സിറ്റുവേഷൻസ് ഇതാണ്. 15ാമത്തെ ഫിനാൻസ് കമ്മീഷന്റെ കാര്യത്തിൽ ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ ഇത്രയും സിറ്റുവേഷൻസിലാണ് ക്രൈറ്റീരിയ നോക്കിയിട്ടാണ് നടത്തിയത്. ഇനി നമുക്ക് നോക്കാം, ഇതിനകത്ത് വന്ന മാറ്റമാണ് നോക്കേണ്ടത്. മാറ്റം നോക്കണം, ആ ഒരു ഓർഡർ നോക്കണം. അപ്പൊ നിങ്ങൾ ഈ മാറ്റമാണ് ഞാനിപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത്, കീ ചേഞ്ചസ്. ഓക്കെ, അപ്പൊ കീ ചേഞ്ചസ് എന്താണ്? ഒന്നാമത്തേത് ഇൻകം ഡിസ്റ്റൻസാണ്. ഓക്കെ, അതായത് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള, പെർ ക്യാപിറ്റ വരുമാനമുള്ള സംസ്ഥാനത്തിനെ അവർ ഐഡന്റിഫൈ ചെയ്യും. എന്നിട്ട് ഈ സംസ്ഥാനത്തിനെ ബാക്കി സംസ്ഥാനം വെച്ച് കമ്പയർ ചെയ്യും. മനസ്സിലായോ? ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ വരുമാനമുള്ള സംസ്ഥാനത്തിന്റെ ആ ഒരു ആവറേജ് പെർ ക്യാപിറ്റ വരുമാനം എടുത്തിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളെല്ലാം കമ്പയർ ചെയ്ത് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള സംസ്ഥാനവും ഏറ്റവും കുറവ് വരുമാനമുള്ള സംസ്ഥാനവും, ഓക്കെ, അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളെ എടുത്തിട്ട് ഇതിന്റെ ഡിഫറൻസ് കാണും. മനസ്സിലായോ? ഏറ്റവും കൂടുതൽ വരുമാനമുള്ള സംസ്ഥാനത്തിനെ ബാക്കി സംസ്ഥാനങ്ങളോട്ട് കമ്പയർ ചെയ്തിട്ട് അതിന്റെ ബേസിലാണ് ഈ 50% ഡെവല്യൂഷൻ നടക്കുന്നത്. മനസ്സിലായോ? അതായത് കുറഞ്ഞ വരുമാനം കിട്ടുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ഫണ്ട് കൊടുക്കും, ഏറ്റവും കൂടുതൽ വരുമാനമുള്ള സംസ്ഥാനത്തിന് ഏറ്റവും കുറവ് ഫണ്ട് കൊടുക്കും. അതാണ് ഇൻകം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഇൻകം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ്. ഓക്കെ അല്ലേ? അപ്പൊ 14 ഫിനാൻസ് കമ്മീഷനിൽ ഇത് 50%. അത് എത്രത്തോളം ആക്കി കുറച്ചു? 45% നിലവിൽ കുറച്ചു. ഓക്കെ, എന്നാൽ ഏറ്റവും കൂടുതൽ ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ ക്രൈറ്റീരിയ ഏത് തന്നെയാണ്? ഈ ഇൻകം ഡിസ്റ്റൻസ് തന്നെയാണ്. 2 പോയിന്റ് എഴുതിയാൽ മതി. ഇൻകം ഡിസ്റ്റൻസ് എന്നത് 50%-ൽ നിന്ന് 45%-ആയിട്ട് കുറച്ചു. ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് ഏത് ക്രൈറ്റീരിയയിലാണ് സംസ്ഥാനങ്ങൾക്ക്? ഇൻകം ഡിസ്റ്റൻസ് എന്ന ക്രൈറ്റീരിയയിലാണ്. ഓക്കെ, ഇപ്പൊ നമ്മളുടെ സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ ഇൻകം കിട്ടുന്ന സംസ്ഥാനവുമായിട്ടുള്ള ഏറ്റവും വലിയ ഡിഫറൻസ് ഉള്ളത്, ഗ്യാപ്പ് ഉള്ളതെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന 50% ഇതിന്റെ ബേസിലല്ലേ പോകുന്നത്, ഇൻകം ഡിസ്റ്റൻസിന്റെ ബേസിലല്ലേ പോകുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ വരുമാനം ഏറ്റവും കൂടുതൽ ഗ്യാപ്പുള്ള സംസ്ഥാനത്തിന് കിട്ടും. കത്തിയോ സാധനം? ഇൻകം ഡിസ്റ്റൻസ് കത്തിയോ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഓർക്കുക ഇൻകം ഡിസ്റ്റൻസ്. ഇൻകം ഡിസ്റ്റൻസ് 50%-ൽ നിന്ന് 45%-ലേക്ക് കുറച്ചിട്ടുണ്ടെന്ന് രണ്ടാമതെന്ന് ഓർക്കുക. ഓക്കെ, രണ്ടാമത്തെ കേസ് എന്താന്ന് നോക്കിയേ. പോപ്പുലേഷനും ഇത് 45%-അല്ലേ ഇപ്പോഴത്തെ, അതായത് നമ്മളുടെ ഫണ്ട് കൊടുക്കുന്നതിൽ 45% കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻകം ഡിസ്റ്റൻസ് ആണ്. എന്നാൽ 15% സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത്, രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഏരിയ, സംസ്ഥാനങ്ങളുടെ ഏരിയ കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചുള്ള പണം കിട്ടും. കാരണം ഏരിയ കൂടുതലാണെങ്കിൽ ഡെവലപ്മെന്റ് ചെയ്യാനുള്ള ഏരിയയും കൂടുതലായിരിക്കും എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏരിയ കൂടുതലാണെങ്കിൽ വികസനത്തിനായിട്ടുള്ള ഫണ്ട് കൂടുതൽ കിട്ടും. ജനസംഖ്യ കൂടുതലാണെങ്കിലും ഇതേ 15% കാറ്റഗറിക്കകത്ത് വരും. ഓക്കെ, ഏരിയയും പോപ്പുലേഷനും ഇത് രണ്ടും 15%. ഓക്കെ, 45% ഇൻകം ഡിസ്റ്റൻസ്, 15% ഏത് ക്രൈറ്റീരിയയാണ്? ഏരിയയായി, സംസ്ഥാനത്തിന്റെ മൊത്തം ഏരിയയും അതെ, സംസ്ഥാനത്തിന്റെ മൊത്തം പോപ്പുലേഷനുമാണ്. ഞാൻ ഇവിടെ വെച്ച് തന്നെ പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇത് ഇവിടെ വെച്ച് തന്നെ പഠിച്ചിട്ട് പോവാം, പിന്നീട് ഇത് വന്ന് റിവൈസ് ചെയ്ത് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക. ഓക്കെ, അപ്പൊ ഇൻകം ഡിസ്റ്റൻസ് എത്രയാണ്? 45% ഏറ്റവും കൂടുതലാണ്. രണ്ടാമത്തെ സിറ്റുവേഷൻ ഏതൊക്കെയാണ്? ഏരിയയും പോപ്പുലേഷനും ഇത് 15% വീതമാണ്. ഓക്കെ ആണല്ലോ? ഇനി മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് കാറ്റഗറിയാണ് ഡെമോഗ്രഫിക് പെർഫോമൻസ്. ഓക്കെ, അതായത് നമ്മൾ ഫാമിലി പ്ലാനിങ്ങും കാര്യങ്ങളും എല്ലാം ഇന്ത്യയിൽ വന്നായിരുന്നല്ലോ. അങ്ങനെ ഫാമിലി പ്ലാനിങ് എന്തിനാണ് വന്നത്? നമ്മുടെ പോപ്പുലേഷൻ കുറയ്ക്കാനാണ് വന്നത്. പക്ഷെ ഫാമിലി പ്ലാനിങ് വന്ന സമയത്ത് നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്തത് കേരള സർക്കാരാണ്. പക്ഷെ നമുക്ക് അവിടെ വെച്ച് എന്താ സംഭവിച്ചേ? നമ്മുടെ ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞു, ബർത്ത് റേറ്റ് കുറഞ്ഞു. ബാക്കിയുള്ള സംസ്ഥാനങ്ങളെല്ലാം ഇപ്പോഴും വലിയ രീതിയിൽ പോപ്പുലേഷൻ ഉണ്ട്. അപ്പം ഫാമിലി പ്ലാനിങ് നന്നായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത കുറെ സദേൺ സ്റ്റേറ്റുകൾക്ക് ഫെർട്ടിലിറ്റി റേറ്റും ബർത്ത് റേറ്റും കുറഞ്ഞതല്ലാതെ വേറെ ഗുണം ഉണ്ടായില്ല. അപ്പൊ പിന്നീട് ഇതൊരു വിഷയമായി. ഓക്കെ, അതുകൊണ്ട് പക്ഷെ ആ ഒരു വിഷയം എന്ന് പറയുന്ന ആ ഒരു വിഷയം ശരിക്കും അവര് ഇംപ്ലിമെന്റ് ചെയ്തത് എപ്പോഴാണെന്നറിയാവോ?
ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നും ഇങ്ങനെ ശരിക്കും ഫാമിലി പ്ലാനിങ് സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത സംസ്ഥാനങ്ങൾക്കും സെൻട്രൽ ഗവൺമെന്റിന്റെ വിഹിതം കിട്ടാനുള്ള അർഹതയുണ്ടെന്നും പറഞ്ഞത് 15ാമത്തെ ഫിനാൻസ് കമ്മീഷനാണ്. അതുകൊണ്ടാണ് ഡെമോഗ്രഫിക് പെർഫോമൻസ് എന്ന പുതിയ ക്രൈറ്റീരിയ 15ാമത്തെ ഫിനാൻസ് കമ്മീഷന്റെ ഹൊറിസോണ്ടൽ ഡെവല്യൂഷനകത്ത് വന്നത്. അപ്പം 12.5% ഡെമോഗ്രഫിക് പെർഫോമൻസിന് കൊടുത്തത്. അപ്പോൾ ഏറ്റവും കുറവ് ബർത്ത് റേറ്റും ഫെർട്ടിലിറ്റി റേറ്റും ഉള്ള സംസ്ഥാനങ്ങൾക്ക് ഈ ഡെമോഗ്രഫിക് പെർഫോമൻസ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള 12.5% കാറ്റഗറിക്കകത്ത് വരും. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ ഇത് 12.5% കൊടുക്കുന്നു എന്നല്ല, ക്രൈറ്റീരിയ ആണ്. ഓക്കെ, 12.5% നിശ്ചയിക്കേണ്ടത് ഇന്ന ക്രൈറ്റീരിയയിലായിരിക്കണം എന്ന്. ഓക്കെ, ഇനി അടുത്ത എന്താ വരുന്നത്? നമ്മുടെ വനമേഖല സംരക്ഷിക്കാനും നമ്മുടെ എക്കോളജി സംരക്ഷിക്കാനുമുള്ള കൃത്യമായിട്ട് സംരക്ഷിച്ചു പോകുന്ന സ്റ്റേറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ 10%-നകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ നമ്മൾ എന്താ കണ്ടത്? ഡെമോഗ്രഫിക് പെർഫോമൻസ്. ഇനിയുള്ളത് ഏതാണ്? ഫോറസ്റ്റ് 10%. ഏറ്റവും കുറവ് ഇതിലാണ് ടാക്സ് എഫർട്ട്. കൃത്യമായിട്ട് നമ്മളുടെ ടാക്സ് നികുതി പിരിച്ചെടുക്കാൻ ഉള്ള സജ്ജീകരണങ്ങളുള്ളതും നമ്മളുടെ മൊത്തം ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന്റെ ഒരു നല്ലൊരു ശതമാനം ടാക്സ് വഴിയാണ് വരുന്നതെങ്കിലും ആ സംസ്ഥാനങ്ങൾക്ക് 2.5% ബേസിലുള്ള ഈ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് കിട്ടാനുള്ള അർഹതയുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഈ ടാക്സ് എഫർട്ട് എന്ന് പറയുന്ന ഒരു സാധനം പഴയതിനകത്ത് ഉണ്ടായിരുന്നില്ല. ഡെമോഗ്രഫി പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു കാര്യവും പഴയതിനകത്ത് ഉണ്ടായിരുന്നില്ല. അപ്പൊ പുതിയതായിട്ട് ആഡ് ചെയ്തത് എന്തൊക്കെയാണ്? ടാക്സ് എഫർട്ട്, ഡെമോഗ്രഫിക് പെർഫോമൻസ്. ഓക്കെ, പുതിയതായിട്ട് ആഡ് ചെയ്ത രണ്ട് കാര്യങ്ങളാണ് 15th ഫിനാൻസ് കമ്മീഷൻ. ടാക്സ് എഫർട്ട് ആഡ് ചെയ്തു, ഡെമോഗ്രഫിക് പെർഫോമൻസ് ആഡ് ചെയ്തു. ഓക്കെ ആണല്ലോ? അപ്പോൾ 1, 2, 3, 4, 5 എന്നുള്ള ഒരു ലെറ്റേഴ്സ് എഴുതി വെക്കുക. ഏറ്റവും കൂടുതൽ ഫണ്ട് ചെയ്ത ക്രൈറ്റീരിയ ആണ് ഇൻകം ഡിസ്റ്റൻസ്. രണ്ടാമത്തെ കേസ് വരുമ്പോൾ 2 പേരുണ്ട്, ഏരിയയുണ്ട്, പോപ്പുലേഷൻ ഉണ്ട്, 2 പേർക്കും 15% വെച്ചിട്ടാണ്. മൂന്നാമത്തെ ഏതാണ്? ഡെമോഗ്രഫി പെർഫോമൻസ് 12.5. അതിലും കുറവാണ് ഫോറസ്റ്റ് ആൻഡ് എക്കോളജി. ഏറ്റവും കുറവ് ടാക്സ് എഫർട്ട് 2.5%. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നെങ്കിൽ ഇത് കേരള എക്കോണമിയുടെ ഭാഗത്തു നിന്ന് സാധ്യത കുറവാണ്. ഇന്ത്യൻ എക്കോണമിയുടെ ഭാഗത്തായിരിക്കും കൂടുതൽ സാധ്യത ചോദിക്കുന്നത്. ഇപ്പോൾ വെർട്ടിക്കൽ ഡെവല്യൂഷൻ എന്താണ്, ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ എന്താണ്, ഈ കാര്യങ്ങൾ എന്താണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇതിന്റെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ മൊത്തം ഇതിലേക്ക് പോകുന്ന സമയത്ത് വെർട്ടിക്കൽ ഡെവല്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ 41% കൂടെ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റിന് 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ 41 രൂപ വെർട്ടിക്കൽ ഡെവല്യൂഷൻ വഴി സംസ്ഥാന സർക്കാരുകൾക്ക് കൊടുക്കുന്നുണ്ടെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ആ കൊടുക്കുന്ന ക്രൈറ്റീരിയാസ് ഇത്രയും ക്രൈറ്റീരിയാസ് ആണ്. ഓക്കെ ആണല്ലോ? അതെ. അപ്പോൾ ബെനിഫിറ്റ് നോക്കി കഴിഞ്ഞാൽ പോപ്പുലേഷൻ ഹൈ ആയിട്ടുള്ള സംസ്ഥാനങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടും. അത് നോർമലാണ് അല്ലേ? കാരണം പോപ്പുലേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 15%. കാരണം പക്ഷേ ഇനിയിപ്പോൾ താഴോട്ട് വന്നാലോ, ടാക്സ് എഫർട്ട് ആണെങ്കിലോ 2.5% ഉള്ളൂ. ഡെമോഗ്രഫി പെർഫോമൻസ് ആണെങ്കിലോ 12.5% ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ്. ഫോറസ്റ്റ് ആണെങ്കിലോ 10% ഉള്ളൂ. അങ്ങനെ ഏറ്റവും കൂടുതൽ ക്രൈറ്റീരിയ കിട്ടുന്ന ഏതാണ്, കുറവ് ക്രൈറ്റീരിയ കിട്ടുന്ന ഏതാണെന്നുള്ളൊരു സിറ്റുവേഷൻ. ഓക്കെ, ഈ 41% ഓർത്തേക്കണം. 14th ഫിനാൻസ് കമ്മീഷൻ 42% കൊടുക്കാൻ പറഞ്ഞായിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് 41% കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇതും കൂടെ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ എക്കണോമിക്സ് കൊണ്ട് ഉൾപ്പെടുത്തിയത്. നിങ്ങളാണോ പറഞ്ഞേ? അപ്പൊ ഇങ്ങനെ ഡെവല്യൂഷൻസ് വേണമെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് പീപ്പിൾസ് പ്ലാനിന്റെ കൂടെ അങ്ങ് ഉൾപ്പെടുത്തിയത്. അപ്പൊ ഇനി പീപ്പിൾസ് പ്ലാൻ നോക്കണേ. സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന ഗ്രാന്റുകൾ ഏതൊക്കെ രീതിയിലാണെന്നും കൂടെ നോക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എക്കണോമിക്സിന്റെ ലാൻഡ് റിഫോംസ് കഴിഞ്ഞു, പീപ്പിൾസ് പ്ലാൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഇനി ഇപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പം എന്താണ്, ഇനിയിപ്പോൾ എന്താണ്, ഒരുപാട് സാധനങ്ങളും നമ്മൾ അധികം കാര്യങ്ങളൊന്നും നമ്മൾ ഇനി വിട്ടുകളഞ്ഞൊന്നും അല്ല പഠിപ്പിച്ചത്. നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാവുന്നതിന്റെ മാക്സിമം കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇത് റീറ്റെയിൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ക്ലാസ്സിക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അല്ലേ? ഞാൻ നോക്കട്ടെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സംഘടിപ്പിക്കാൻ നോക്കാം. ഓക്കെ, കാരണം ഈ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ തീരാനുണ്ടായിരുന്നല്ലോ, പീപ്പിൾസ് പ്ലാനും കാര്യങ്ങളും എല്ലാം. അപ്പോൾ അതുകൊണ്ടാണ് ഇനി ആ PDF ഞാൻ ഒന്ന് പ്രിപ്പയർ ചെയ്യട്ടെ. പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വിഷ്ണു സാറിനെ അറിയിക്കാം. ഓക്കെ.
അപ്പൊ ഇനി 1.5 മണിക്കൂർ മതിയെന്ന് തോന്നുന്നു. കാരണം നമ്മളിപ്പം കംപ്ലീറ്റ് ആവാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പം ഞാനത് ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രിപ്പയർ ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ. ഇന്നലെ കുറച്ച് പ്രശ്നങ്ങൾ പറ്റി, അല്ലെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളായിട്ട് എടുത്തിട്ട് ഇന്ന് ഞാൻ കൊണ്ടുവന്നേനെ. ഇനി പുതിയതായിട്ട് പഠിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഉള്ള ക്ലാസ് കൊണ്ട് നിങ്ങൾ പഠനം നിർത്ത്. ഓക്കെ. ഇനി ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ ആ PDF തരുമല്ലോ, ക്വസ്റ്റ്യൻ പേപ്പർ തരുമല്ലോ, ആ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുക, ആൻസർ വായിക്കുക, അങ്ങനെ അങ്ങ് പോവാം. അതിനകത്ത് എന്തെങ്കിലും സ്കീമോ കാര്യങ്ങളോ ഒക്കെ പുതിയതായിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. അല്ലാതെ ഇനിയിപ്പം നിങ്ങൾ എന്താ വേറെ ക്ലാസ്സുകൾ കാണുമോ, വേറെ നോട്ട് വായിക്കുമോ, അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ചെയ്യണ്ട. നമുക്ക് ഉള്ള സാധനങ്ങൾ ഇനി നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോകും. അതിപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണെങ്കിലും പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണെങ്കിലും എൻവയോൺമെന്റ് ആണെങ്കിലും അങ്ങനെ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിലുള്ളത് പഠിച്ചിട്ട് പോകും. പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞൊരു സംഗതി നിങ്ങൾ വിട്ടുകളയാൻ പാടില്ല. കോൺസ്റ്റിറ്റ്യൂഷനും കേരള എക്കോണമി. അപ്പം ഇതിന് രണ്ടും വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. പിന്നെ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ. ഇനി ഞാൻ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ഇന്നലെ ഞാൻ കുറേ പ്രശ്നത്തിനകത്ത് പെട്ടുപോയി. അപ്പോൾ വണ്ടി ചെറുതായിട്ട് തട്ടി. അപ്പം അല്ലെങ്കിൽ ഞാൻ ഇന്നലെ തന്നെ അതിരുന്ന് ഓക്കെ ആക്കിയേനെ PDF. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് PDF കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അല്ലെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്ത് ഇങ്ങ് പോകായിരുന്നു. അപ്പം നോക്കട്ടെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇന്ന് കൃത്യമായിട്ടിരുന്ന് റിവൈസ് ചെയ്യുക. പഠിക്കാൻ ഞാൻ പറയുന്നില്ല, റിവൈസ് ചെയ്യുക. മാക്സിമം കണ്ടന്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോകാത്ത രീതിയിൽ നിങ്ങൾ റിവൈസ് ചെയ്യുക. ഇനി പുതിയ പുതിയ ലോഡൊന്നും എടുത്ത് തലേ വെക്കണ്ട. ഉള്ള ലോഡുകൾ കൃത്യമായിട്ടൊന്ന് ഇറക്കി വെക്കാൻ ശ്രമിക്കുക റിവൈസ് ചെയ്തിട്ട്. ഓക്കെ. അപ്പം അത്രയാണ് കാര്യങ്ങൾ. ഇനിയിപ്പം നിങ്ങൾ ഇപ്പം എന്താണ് റിവിഷൻ ക്ലാസ്സുകളാണോ അപ്പോൾ കൊണ്ടിരിക്കുന്നത്? ഡിസാസ്റ്റർ മാനേജ്മെന്റും പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റും കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ. ഇനി പോർഷൻ കംപ്ലീറ്റ് ചെയ്യാനുണ്ടോ? ഏതിൻ്റെയാ? ക്ലാസ്സുകൾ നടക്കുന്നില്ലേ ഇപ്പോൾ? അത് കഴിഞ്ഞോ? കംപ്ലീറ്റ് ആയി. ശരി ശരി. അപ്പം നിങ്ങൾ വീട്ടിൽ നിന്ന് റിവൈസ് ചെയ്യാനാണോ ഉദ്ദേശം? അങ്ങനെയാണോ പറഞ്ഞത്? 1 വീക്ക് റിവിഷന് വേണ്ടി തന്നാണോ? ശരി ശരി. അപ്പോൾ എന്തായാലും ഞാൻ നോക്കട്ടെ. ഇപ്പോൾ കേരള ഇന്നലെയും ക്ലാസ് ആയിരുന്നു അല്ലേ? ശരി ശരി. അപ്പോൾ എന്തായാലും നോക്കട്ടെ. ഇപ്പോൾ കേരള എക്കോണമിയുടെ ശരി ശരി. ഇപ്പോൾ PDF തന്നാൽ പോരും. ഓക്കെ. നിങ്ങളത് കൃത്യമായിട്ട് PDF വിത്ത് ആൻസേഴ്സ് വായിച്ച് നോക്കണം. പിന്നെ PDF-നകത്ത് എന്തെങ്കിലും പുതിയ കണ്ടന്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടേക്കണേ. ഞാൻ PDF-ന്റെ സോഴ്സായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എക്കണോമിക് റിവ്യൂവും സ്റ്റാൻഡേർഡ് ബുക്കുകളും മാത്രം റെഫർ ചെയ്യാനാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പഠിച്ച സാധനത്തിൻ്റെ തന്നെ ക്വസ്റ്റ്യൻസ് വേണമെന്നില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് തരുന്ന PDF-നകത്ത് സ്റ്റാൻഡേർഡ് ബുക്സിൻ്റെ ഇപ്പം അങ്ങനെ ആണെങ്കിലല്ലേ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇനി ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് പോകുന്ന സമയത്ത് ഒന്ന് നോക്കി പോകാമല്ലോ. അങ്ങനെ പോരെ? നമ്മുടെ ഈ ക്ലാസ് നമ്മളിപ്പോൾ റിവൈസ് ചെയ്യേണ്ട കാര്യമില്ലുള്ളൂ. അതോ ക്ലാസ്സിനകത്തെ വേണോ കൂടുതൽ? സ്റ്റാൻഡേർഡ് ബുക്സ് മാത്രം റെഫർ ചെയ്ത് PDF അല്ലേ നല്ലേ? അതോ ക്ലാസ്സിനകത്തെ സാധനങ്ങൾക്ക് നിങ്ങൾ ഇനി ക്വസ്റ്റ്യൻ വരുന്ന രീതി എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ക്ലാസ്സിനകത്തെ കണ്ടന്റ് ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ സ്റ്റാൻഡേർഡ് ബുക്സിനകത്തെ കണ്ടന്റ് കാണും. ഒരു ഫൈനൽ ഒരു പഠനത്തിന് വേണ്ടി നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആവും. അപ്പം അങ്ങനെ നോക്കുക. PDF ഞാൻ എത്രത്തോളം മാക്സിമം തരാൻ പറ്റുമോ അത്രത്തോളം മാക്സിമം തരാം. ഓക്കെ. അപ്പം ശരി. കൃത്യമായിട്ടിരുന്ന് എല്ലാവരും ഒന്ന് റിവൈസ് ചെയ്യുക, പഠിക്കുക. ഇനിയിപ്പോൾ പുതിയ വീഡിയോസ് തപ്പിയൊന്നും പോകേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ അതിനുള്ള സമയമില്ല. കാര്യങ്ങൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ പഠിക്കാൻ നോക്കാം. ഓക്കെ. അപ്പം അത്രയാണ്. എൻ്റെ പഠനം നടക്കുന്നില്ല, മൊത്തം കയ്യിൽ നിന്ന് പോയ പോലെ. പിന്നെ നോക്കാം. വേറെ കുറേ സാധനങ്ങളുണ്ടല്ലോ. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും തൊട്ടിട്ടില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പം അറിഞ്ഞുകൂടാ. നോക്കാം എന്നാലും. അതെ. പക്ഷേ റിവിഷൻ നമ്മളെ ഈ പേപ്പർ 2 ഉണ്ടല്ലോ, അത് നമുക്ക് റിവിഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് പോകണമല്ലോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നോക്കാം.
എങ്ങനെയുണ്ട് നിങ്ങളുടെ പഠനമൊക്കെ എന്തായി? റിവിഷൻ എല്ലാവരും തുടങ്ങിയോ? ഉം, ശരി ശരി. പിന്നെ കോൺഫിഡന്റ് ആയിട്ട് പോയിട്ട് എഴുതുക. ഓക്കെ. പിന്നെ ഈ എന്താണ് മൊത്തത്തിലുള്ള സാധനങ്ങൾ നിങ്ങൾ രാവിലെ എണീക്കുന്നത് മുതൽ കിടക്കുന്നത് മുതൽ അതെല്ലാം ഒന്ന് കൃത്യമായിട്ടൊന്ന് മാനേജ് ചെയ്യണം ഇനിയുള്ള ദിവസങ്ങളിൽ. കാരണം 7 മണിക്ക് എക്സാം ഹാളിൽ എത്തണം. അപ്പം നിങ്ങൾ ആ ദിവസം മാത്രം രാവിലെ 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ പണി വാളും. അതുകൊണ്ട് ഇനിയുള്ള ദിവസം നിങ്ങളുടെ സ്ലീപ്പ്, പിന്നെ ഉച്ചയ്ക്ക് ഉറങ്ങുന്നവരുണ്ടെങ്കിൽ ഉറങ്ങാതിരിക്കുക, ഫുഡ് കഴിക്കുക, ആ ഒരു സംഭവം കൂടെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക 2-3 ദിവസം. അല്ലെങ്കിൽ അന്ന് എക്സാമിന്റെ സമയത്ത് നിങ്ങൾ ഉറക്കം തൂങ്ങും. അതുകൊണ്ട് മാക്സിമം ആ ദിവസം നിങ്ങൾ ഏത് സമയത്താണോ എണീക്കാനിരിക്കുന്നത് ആ സമയത്ത് തന്നെ ഒന്ന് എണീറ്റ് ഒന്ന് ശീലിക്കുക. ഇനിയുള്ള സമയം ഒന്ന് അഡ്ജസ്റ്റ് ആയി വരാൻ. അല്ലെങ്കിൽ അന്ന് നിങ്ങൾ പെട്ടെന്ന് ചാടി 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ ഉറക്കത്തിന്റെ കാര്യം പ്രശ്നമാവും. പിന്നെ ഒരു 8 മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കുക ഈ ദിവസങ്ങളിലെല്ലാം. ഉച്ചയ്ക്ക് ഉറങ്ങുന്നവരുണ്ടെങ്കിൽ ഈ ഒരു 2-3 ദിവസം ഒന്ന് ഉറക്കം മാറ്റി വെച്ച് ഒന്ന് ശീലിക്കുക. പരീക്ഷയുടെ ദിവസം ഉച്ചയ്ക്ക് ഒരുപാട് കഴിക്കാതിരിക്കുക. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ കൂളായിട്ട് വരുന്ന എഴുതിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ. അപ്പം കയ്യിലുള്ള സാധനം പഠിച്ചിട്ട് പോവാ. ഇല്ലാത്ത നമ്മുടെ കയ്യിലില്ലാത്തത് ഇപ്പൊ വന്നാൽ നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അതങ്ങ് വിട്ടുകളയാ. അപ്പൊ കയ്യിലുള്ള സാധനങ്ങൾ നമ്മൾ എഴുതുക. കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ലോജിക്കലി നമുക്ക് ചിന്തിച്ച് എഴുതാനും പറ്റും. ഓർക്കും കാര്യങ്ങളും എല്ലാം ഒന്ന് ശരിയാക്കി കൂളായിട്ടിരുന്ന് പരീക്ഷ എഴുതിയാൽ മതി. എക്സാം ഹാളിൽ നമുക്ക് കിട്ടിക്കോളും സാധനം. എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴത്തേക്കും ബ്രെയിൻ തന്നെ വർക്ക് ആയിക്കോളും. ഓക്കെ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ പോയിരുന്ന് പഠിച്ചോ, റിവൈസ് ചെയ്തോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും ഞാൻ പഠിച്ചത് മാത്രം വരണേ എന്ന് പറയും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ എക്സാമിനെ പറ്റി വലിയ രീതിയിലൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. എക്സാം എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ പഠിക്കുക, അന്നത്തെ ദിവസം രാവിലെ നിങ്ങൾ പോയി എഴുതുക, അത്രയേ ഉള്ളൂ. ഓക്കെ. ഓൾ ദ ബെസ്റ്റ്.